ഗുഡ് ഈവനിങ്. നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഈ ക്ലാസ് ഇന്ന് വെക്കാൻ കാരണം നിങ്ങൾക്ക് നാളെ എക്സാം ആയതുകൊണ്ടാണ്. കറക്റ്റ് ഓർഡറിൽ മെത്തേഡ് പഠിച്ച് എല്ലാ ഇതിലേക്കും കൊണ്ടുവരിക കേട്ടോ. ഓർത്ത് നോക്കുക. അപ്പോൾ നമ്മൾ റിഡോക്സിന്റെ ഇലക്ട്രോൺ അല്ലെ ബാലൻസിങ് മെത്തേഡ് എന്ന് പറയുന്നതാണ്. ഒരെണ്ണം നന്നായിട്ട് പഠിക്കാൻ മെത്തേഡ് നന്നായിട്ട് ഗ്രാബ് ചെയ്യുക, ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക കേട്ടോ. ഓർത്ത് നോക്കുക, അനലൈസ് ചെയ്ത് നോക്കുക, അതാ ചെയ്യണ്ടേ. എന്നിട്ട് ബാക്കിയുള്ളത് പഠിക്കുക കേട്ടോ. എന്നിട്ട് നിങ്ങൾ ടൈം ഉണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, ബാക്കിയുള്ളതിലേക്ക് ഒന്ന് കൊണ്ടുവരിക കേട്ടോ. ഓർത്ത് നോക്കുക. അപ്പോൾ റിഡോക്സില ഓക്സിഡേഷൻ ഹാഫ് ആൻഡ് അല്ലെ റിഡക്ഷൻ ഹാഫ് എന്ന് പറയുന്ന ആ ഒരു ഏരിയ ആണ് ഓക്സിഡേഷൻ ഹാഫും റിഡക്ഷൻ ഹാഫും. ഇതിൽ ഈ ഇക്വേഷൻ ഉണ്ടോ ഓർത്ത് നോക്കുക. ഇത് എഴുതി ഞാൻ ഇവിടം വരെ നമ്മളിപ്പോ പറഞ്ഞു നിർത്തിയത് അല്ലേ. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പിൽ നോക്കി MnO4 മൈനസ് പ്ലസ് 3 ഇലക്ട്രോൺ. 3 ഇലക്ട്രോൺ വരുന്നതിന്റെ റീസൺ എന്താ പറഞ്ഞേ? ഹയർ വാല്യൂ അല്ലെ. ഡിഫറൻസ് എത്രയായിരുന്നു? 3 ആണ് ആക്ച്വലി. അപ്പൊ 3 ഇലക്ട്രോൺ ഇവിടെ ഓൾറെഡി കൊടുത്തു. ഓക്കെ, ഇനി MnO2 എഴുതി. ഇത് എന്ത് മീഡിയം ആണ്? ബേസിക് മീഡിയം. ബേസിക് മീഡിയം ആണെങ്കിൽ എന്താ ആഡ് ചെയ്യണ്ടേ? OH മൈനസ്. ബേസിക് മീഡിയം ആണെങ്കിൽ എന്താ ആഡ് ചെയ്യണ്ടേ? OH മൈനസ്. ഇനി ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ ടോട്ടൽ എത്രയാ ചാർജ് വന്നേക്കുന്നേ? ഒരു മൈനസും 3 ഇലക്ട്രോണും. അപ്പൊ എത്രയായി? 4. കണ്ടോ ഓർത്ത് നോക്കുക. 4 ആണ് ഡിഫറൻസ് ആയിട്ട് വന്നേക്കുന്നത്. അങ്ങനെ ഓർത്ത് നോക്കുക. ഇനി അതൊന്നും ഓർത്തില്ലെങ്കിൽ ഏറ്റവും നല്ലത് ഇതാണ്. എത്ര ഓക്സിജൻ ഉണ്ട്? 4 ഓക്സിജൻ അല്ലെ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്ത് കൊടുക്കുക? 4 OH മൈനസ്. അതിനേക്കാൾ നേരെ ചാർജ് തന്നെയാണ് ഏറ്റവും നല്ലത് കേട്ടോ. ഇവിടെ MnO2 ആണെങ്കിൽ 2 പോകും. ചാർജ് നോക്കിയാൽ മതി. അപ്പൊ ടോട്ടൽ എത്രയായി? മൈനസും 3 മൈനസും. ടോട്ടൽ എത്രയാ? 4 മൈനസ്. 4 മൈനസ് വന്നാൽ ഇവിടെ ബാലൻസ് ചെയ്യാൻ വേണ്ടി എന്ത് കൊടുക്കണം? 4 OH മൈനസ്. അടുത്ത സ്റ്റെപ്പില് അടുത്ത സ്റ്റെപ്പിൽ ഹൈഡ്രജനെ ബാലൻസ് ചെയ്യാനായിട്ട് ഓക്സിജനെ ബാലൻസ് ചെയ്യാൻ ഇഷ്ടമുള്ള അത്രയും നമുക്ക് വാട്ടർ മോളിക്യൂൾ എവിടെ വേണമെങ്കിലും കൊടുക്കാം. രണ്ടിലും ഇതിലും അങ്ങനെ ചെയ്യാം. ഇതിൽ ചിലപ്പോൾ ചില കേസുകളിൽ എന്ത് ചെയ്യും? ഓക്സിജൻ ഇംബാലൻസ് ആകും. ആദ്യം എന്ത് ബാലൻസ് ചെയ്യണം? ചാർജ് ബാലൻസ് ചെയ്യണം. പിന്നെ നമുക്ക് ഓക്സിജന് ബാലൻസർ അല്ലെങ്കിൽ എന്ത് കൊടുക്കുക? വാട്ടർ മോളിക്യൂളും H+ ഒക്കെ കൊടുത്ത് കറക്റ്റ് ആക്കി എടുക്കാം. ഓർത്തോ, കറക്റ്റ് ആക്കി എടുക്കാം. അപ്പോൾ ഇപ്പൊ ഇവിടെ ചിലപ്പോൾ വേറെ ഒരു മോളിക്യൂൾ ഉണ്ടെന്ന് കരുതുക, വേറെ എക്സ്ട്രാ മോളിക്യൂൾ ഉണ്ട്. അപ്പൊ അതിനെ ബാലൻസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? ഇപ്പുറത്ത് വാട്ടർ മോളിക്യൂൾ, അതനുസരിച്ച് അപ്പുറത്ത് എന്ത് ചെയ്യും? അല്ലെ OH മൈനസ് അല്ലെങ്കിൽ H+, രണ്ടും ആഡ് ചെയ്യാം കേട്ടോ. ഓർത്ത് നോക്കാം. അപ്പൊ ഇതിപ്പോ ചാർജിനെ നമ്മൾ ബാലൻസ് ചെയ്തു കൊണ്ട് ഓർത്ത് നോക്കാം. ഇനി അത് കഴിഞ്ഞിട്ട് നോക്കിയേ, ഇവിടെ എത്ര ഹൈഡ്രജൻ ഉണ്ട്? 4 ഹൈഡ്രജൻ. അതിന് ഈക്വലന്റ് ആയിട്ട് എന്ത് കൊടുത്തു? വാട്ടർ 2H2O. അതിന് ഈക്വലന്റ് ആയിട്ട് എന്ത് കൊടുത്തു? 2H2O. ക്ലിയർ അല്ലേ? ഓർത്ത് നോക്കുക. ഇപ്പൊ എത്ര? 2 × 2 4. ഇനി നിങ്ങളുടെ ഒരു ലോജിക്കും കൂടി നോക്കണം. ഇതിന്റെ ഇടയിൽ ഇംബാലൻസ്ഡ് ആണെങ്കിൽ ഇപ്പൊ ഇയാൾ ചോദിച്ച പോലെ ഒരു H2SO അങ്ങനെ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചിലപ്പോൾ ബാലൻസ്ഡ് ആവില്ല. അപ്പൊ അതനുസരിച്ച് അയാൾ പറഞ്ഞ പോലെ എന്ത് കൊടുക്കാം? വാട്ടർ മോളിക്യൂളും OH മൈനസും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പോലെ അപ്പുറത്തും ഇപ്പുറത്തും ബാലൻസ് ചെയ്യാൻ നോക്കണം. ലോജിക്കാണ് ആക്ച്വലി വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പോ ഇനി ഇത്രയും എത്തുമ്പോ ഇതൊന്ന് ടോട്ടൽ നോക്കി. എത്ര ഓക്സിജൻ ഉണ്ട് ഇവിടെ? 4 അല്ലെ. ഓർത്ത് നോക്കുക. 2 6. ഇവിടെ എത്രയുണ്ട്? 2 + 4. അത് കറക്റ്റ് ആണോ നോക്കുക. ഇനി ഹൈഡ്രജൻ കറക്റ്റ് ആണോ നോക്കുക അല്ലെ. എല്ലാം കൊണ്ടത് ടോട്ടലി ബാലൻസ്ഡ് ആണ്. അങ്ങനെ ടോട്ടലി ബാലൻസ്ഡ് ആയി കഴിഞ്ഞാൽ ഇവിടെ 3 ഇലക്ട്രോൺ. ഇവിടെ എത്ര ഇലക്ട്രോണാ? 2 ഇലക്ട്രോൺ. അപ്പോ 3 ഇലക്ട്രോൺ ഉണ്ട്, 2 ഇലക്ട്രോൺ ഉണ്ട്. അപ്പോ അതിനെ ഒരേപോലത്തെ ഇലക്ട്രോൺ ആക്കിയാലാണ് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. സോ എന്തായിരുന്നു? 2 ഇലക്ട്രോൺ × 3 ഉണ്ടോ? ഓർത്തോ, × 3 ചെയ്തു അല്ലെ. ദെൻ ദിസ് ഓൾ × 2. എന്തുകൊണ്ടാ? 6 ഇലക്ട്രോൺ വേണം അല്ലെ. ഓക്കെ, അങ്ങനെ ചെയ്യുമ്പോഴാണ് അടുത്ത സ്റ്റെപ്പിൽ 6I മൈനസ് ഗീവ്സ് എന്തൊക്കെ കിട്ടി? 3I2 പ്ലസ് എന്തൊക്കെ വന്നിട്ടുണ്ട് അല്ലേ? കറക്റ്റ് അല്ലേ? പ്ലസ് 6 ഇലക്ട്രോൺ. ഇനി എന്ത് ചെയ്തു? കണ്ടോ ഓർത്ത് നോക്കുക. ഇതിനെ ടോട്ടലായിട്ട് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ടോട്ടലായിട്ട് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അങ്ങനെ വരുന്ന സമയത്ത് ഇത് എന്തിനാ ചെയ്ത എക്സാം? ബാലൻസ് ചെയ്യാൻ. എന്ത്? ഇലക്ട്രോൺ അല്ലെ. ഇലക്ട്രോൺ ഈക്വൽ ആക്കിയാൽ മാത്രമേ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. ഇലക്ട്രോൺ ഈക്വൽ ആക്കിയാൽ മാത്രമേ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഇലക്ട്രോൺ ഈക്വൽ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് എന്താണ്? 6 കണ്ടോ ഓർത്ത് നോക്കി. ഇത് കട്ടായി പോയി. ദെൻ ഓൾ ഇക്വേഷൻ എടുത്ത് എഴുതി ലാസ്റ്റത്തെ ഇതിലേക്ക് വന്നു കേട്ടോ. ഓക്കെ, ഇതിൽ ഡൗട്ട് ഉണ്ടോ? ജസ്റ്റ് ആഡ് ചെയ്യുന്ന സമയത്ത് ഇല്ല. ഓക്കെ, അപ്പൊ ആ മെത്തേഡ് ഒന്ന് കറക്റ്റ് ആക്കി ക്ലാരിഫൈ ചെയ്ത് കൊണ്ടുവരാം കേട്ടോ. ഓക്കെ, മെത്തേഡ് കറക്റ്റ് ആക്കാം. ഇനി ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു എന്നാ പഠിപ്പിച്ചേക്കുന്നത് പണ്ട് റിഡോക്സില്? ഓക്സിഡേഷൻ ലോസ് ഓഫ് ഇലക്ട്രോൺ ആണ്, ഗെയിൻ ഓഫ് ഇലക്ട്രോൺ ആണോ? ലോസ് ഓഫ് ഇലക്ട്രോൺ ഓക്സിഡേഷൻ. വെരി ഗുഡ് കേട്ടോ. ഓർത്ത് നോക്കാം. അങ്ങനെയാണെങ്കിൽ ഗെയിൻ ഓഫ് ഇലക്ട്രോൺ എന്തായിരിക്കും? റിഡക്ഷൻ. അപ്പോൾ ഇത് രണ്ടും
ഒരേ ഇലക്ട്രോൺ ആണെങ്കിൽ മാത്രമേ ഒരു സ്ഥലത്ത് നടക്കുകയുള്ളൂ അല്ലേ, ഓർത്ത് നോക്കുക. അതുകൊണ്ടാണ് ഒരേ ഇലക്ട്രോൺ ആക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യണേ, ഉണ്ട് ഓർത്ത് നോക്കുക, മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അങ്ങനെ എടുത്തു കഴിയുമ്പോൾ ഫൈനൽ ഇക്വേഷൻ ഇതായി. ഇതിനെ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കുക, ഇതിൽ എന്തെങ്കിലും ഇംബാലൻസ് ഉണ്ടോ എന്നുള്ളത് നോക്കുക. അപ്പൊ കറക്റ്റ് ആയിരിക്കും, ക്ലിയർ ചെയ്ത് പോകും. ഓക്കെ ആണ്. ആ ചോദിച്ചു. ആ ചിലതിൽ വർക്ക് ചെയ്യില്ല. അസിഡിക് മീഡിയ ആണെങ്കിൽ എന്ത് ചെയ്യും? അസിഡിക് മീഡിയ ആണെങ്കിൽ നമ്മൾ ഓർത്ത് നോക്കുക, ഈ ചാർജ് MnO4 മൈനസ് അല്ലേ, പ്ലസ് 3 ഇലക്ട്രോൺ അല്ലെ, MnO2 പ്ലസ് 4OH മൈനസിന് പകരം H പ്ലസ് ആഡ് ചെയ്യും. H പ്ലസ് എവിടെ ആഡ് ചെയ്യും? ഇവിടെ ആഡ് ചെയ്യും, അപ്പുറത്ത് ആഡ് ചെയ്യും. H പ്ലസ് എവിടേക്ക് ആഡ് ചെയ്യാം? നമ്മൾ രണ്ടും നേരത്തെ എന്ന പോലെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാ H പ്ലസ് ആഡ് ചെയ്തിട്ട് ബാലൻസ് ചെയ്യണം. H പ്ലസ് എത്ര ആഡ് ചെയ്യണം? ആക്ച്വലി ഇവിടെ മൈനസ് അല്ലേ, അവിടെ O2 ആണ്. 0 ആക്കാൻ വേണ്ടി ഇവിടെ എന്ത് കൊടുത്താൽ മതി? ഒരു H പ്ലസ് കൊടുത്താൽ മതി. ഉണ്ടോ ഓർത്ത് നോക്കുക. ദെൻ അതിന് ഈക്വലന്റ് ആയിട്ട് എന്ത് കൊടുക്കണം? വാട്ടർ കൊടുക്കണം. ഉണ്ടോ ഓർത്ത് നോക്കുക, വാട്ടർ കൊടുക്കണം. എന്നിട്ട് അതിനെ ചെയ്തെടുക്കണം. ഉണ്ടോ ഓർത്ത് നോക്കുക. ചിലത് എന്തിൽ വർക്ക് ചെയ്യില്ല? ബേസിക് മീഡിയത്തിൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. ചിലത് എന്ത് ചെയ്യും? അസിഡിക് മീഡിയത്തിൽ വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ ഇതിൽ നമുക്ക് രണ്ടും ഇട്ട് അങ്ങനെ ചെയ്തു നോക്കാൻ പറ്റില്ല. നോർമലി അസിഡിക് മീഡിയം എന്താ ആഡ് ചെയ്യണം? H പ്ലസ്. എന്ത് ഈക്വലന്റ് ആക്കാൻ അത് ചെയ്യുന്നത്? ചാർജ് ഈക്വലന്റ് ആക്കാൻ നമുക്ക് H പ്ലസ് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ എന്താ ആഡ് ചെയ്യാം? OH മൈനസ് ആഡ് ചെയ്യാം. കേട്ടോ ഓർത്ത് നോക്കുക. എന്നിട്ട് അത് ബാലൻസ് ചെയ്ത് ക്ലിയർ ചെയ്ത് വരാം. കേട്ടോ. ഓക്കെ, ഒരു ക്വസ്റ്റൻ കൂടി നമുക്ക് ചെയ്യാം. കേട്ടോ. ഓക്കെ, ഇത് ഒന്ന് എടുത്ത് എഴുതിയേക്കാം കേട്ടോ. ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാർ നിങ്ങൾ ചെയ്തതാണ്, ഒന്ന് എടുത്ത് എഴുതിയേക്കാം. I2 ആയതുകൊണ്ടാണ് കേട്ടോ. ഓർത്ത് ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാം. I2 എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ കണ്ടോ, I- ഇതിന്റെ ചാർജ് ഞാൻ ഈ റെഡിൽ എഴുതിയിട്ടുണ്ട്. ഇവിടെ -1 ആണ്, ഇത് 0 ആണ്. അപ്പൊ ഡിഫറൻസ് എത്രയാ? 1 ആണ്. അത് 1I ആണ് ആക്ച്വലി. 2I വരുമ്പോൾ എത്രയായിരിക്കും? 2. ഉണ്ടോ ഓർത്ത് നോക്കുക. അതുകൊണ്ടാണ് 2 ഇലക്ട്രോൺ. കേട്ടോ. ഓക്കെ, നിങ്ങൾ ചോദിച്ചു, ഞാൻ വരാം. ഏതാ? ഇത് വാട്ടർ വെച്ച് ചെയ്തു, അത്ര ഉള്ളൂ. എളുപ്പമാണ്. ഇത് അവർ ചെയ്തപ്പോൾ ചെയ്യുന്ന പറഞ്ഞാൽ ഇവിടെ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 4 ഓക്സിജൻ ഉണ്ട്. ഉണ്ടോ ഓർത്തോ? 3 ഇലക്ട്രോൺ ഉണ്ട്. അവർ ചാർജ് ഒന്നും നോക്കിയില്ല. ഓക്സിജൻ എത്ര എണ്ണം വേണം നമുക്കപ്പം? 2 മോർ ആണ്. അപ്പോൾ 2H2 കൊടുത്തു. അപ്പോൾ ഇനി എത്ര H പ്ലസ് ഉണ്ട്? 4. ഇപ്പുറത്ത് 4H പ്ലസ് വന്നാലല്ലേ ചെയ്യാൻ പറ്റത്തുള്ളൂ ആക്ച്വലി വന്ന സമയത്ത്. അപ്പോൾ അവരെന്ത് ചെയ്തു? ഇത് നോക്കണ്ട മോൻ. അപ്പോൾ എന്ത് ചെയ്യണം താനൊന്ന് പറ. H പ്ലസ് ആണെങ്കിൽ എന്ത് ആഡ് ചെയ്യും? 4H പ്ലസ് ഇവിടെ ആഡ് ചെയ്താൽ മതി. അസിഡിക് മീഡിയ ആണെങ്കിൽ എന്ത് വരും ഇവിടെ? 4H പ്ലസ് വന്നാൽ അത് ബാലൻസ്ഡ് ആയി. ഓക്കെ, ബേസിക് മീഡിയ ആണെങ്കിൽ അപ്പോൾ എന്ത് ചെയ്യും? OH മൈനസ് ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കറക്റ്റ് ആവുമല്ലോ. അപ്പം മിസ് ചെയ്തതാണ്. ഇവിടെ എന്താ ഉണ്ട് ആക്ച്വലി? അതനുസരിച്ച് 4H2 ആഡ് ചെയ്തു. ഇവിടെ 4H2 ആഡ് ചെയ്തു. ഇല്ല, ഇവിടെ ഇവിടെ എന്തായത്? 2H2 അല്ലേ? ഓർത്ത് നോക്കാം. ഇവിടെ ഇപ്പോൾ ഹൈഡ്രജൻ കൂടുതൽ വന്നല്ലോ. ആ ഹൈഡ്രജൻ ഈക്വലന്റ് ആക്കാൻ വേണ്ടി മിസ് എന്താ ആഡ് ചെയ്തു? ഇവിടെ 4H2 ആഡ് ചെയ്തു. അതാണ് 4H2. ഹൈഡ്രജൻ കൂടുതലല്ലേ വന്നേക്കുന്നത്? ഹൈഡ്രജൻ ഈക്വലന്റ് ആക്കണ്ടേ? അപ്പം മിസ് എന്ത് ചെയ്തു? ഇവിടെ 4H2 ആഡ് ചെയ്തു. 4H2 അല്ല, 2H2 തന്നെ. ഇത് ഇവിടുത്തെ 2 ആണ് ആക്ച്വലി വരുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന 4H2 ആഡ് ചെയ്തേക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഇത് കണ്ട് ഈ 2H2ഉം ഇതിൽ നിന്ന് കട്ടാകും. കട്ടായി കഴിയുമ്പോൾ എന്ത് വരും? ഇവിടെ വീണ്ടും 2H2. അതിന് ഈക്വലന്റ് ആയിട്ട് എന്ത് ആഡ് ചെയ്തു? 4OH മൈനസ്. നമ്മൾ ആദ്യമേ തന്നെ 4OH മൈനസ് ആഡ് ചെയ്ത ഈ സ്റ്റെപ്പ് ആവശ്യമുണ്ടോ? ഇല്ല. അപ്പോൾ അതിങ്ങനെ പറഞ്ഞു പോകും. പല മെത്തേഡിലും പലതും ഇങ്ങനെ പറയാൻ പറ്റും. ഇത്ര കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ ആഡ് ചെയ്യുന്നത് അസിഡിക് മീഡിയത്തിന് എളുപ്പമാണ് കുറച്ചും കൂടി. വാട്ടർ ആഡ് ചെയ്തിട്ട് ബാലൻസ് ചെയ്യുന്നത്, അതാണ് ഞാൻ പറഞ്ഞത്. വാട്ടർ ആഡ് ചെയ്തിട്ട് ബാലൻസ് ചെയ്യും. ഇതിലാണെങ്കിൽ അസിഡിക് മീഡിയം ആണെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇപ്പുറത്ത് എന്താ ആഡ് ചെയ്താൽ? 4H പ്ലസ് ആഡ്. 4H പ്ലസ് ആഡ് ചെയ്താൽ അവിടെ തീർന്നു കേട്ടോ. ഓർത്ത് നോക്കാം. കുറേ മെത്തേഡ് ഉണ്ട്. ഇത് കാണിച്ചു തരാം കേട്ടോ. ഇതൊരു സാധനം കാണിച്ചു തരാം. 4H പ്ലസ് ഇവിടെ ഇങ്ങനെ ആഡ് ചെയ്തില്ലേ? ഇത് ബാലൻസ്ഡ് ആണ് ഇപ്പോൾ, ശരിയല്ലേ? ഇനി ഇതിനെ ബേസിക് ആക്കാനുള്ള ഒരു ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. 4OH മൈനസ് ഇവിടെ ആഡ് ചെയ്യും ബേസിക് ആക്കാനായിട്ട്. ഇത് കണ്ടോ, ഞാനൊക്കെ ഇങ്ങനെ പറയാം. എല്ലാത്തിനും ഇത് ഉപയോഗിക്കാം. ഇത് കണ്ടോ. ഇനി 4OHഉം 4H പ്ലസും കൂടി ചേർന്ന് എന്താ വരും? 4H പ്ലസും 4OH മൈനസും ഒരു HHും കൂടി ചേർന്ന് എന്താവും? H2O. അപ്പോൾ 4H2O ഉണ്ടോ? ഓക്കെ,
അങ്ങനെയാണ് മിസ്സേഴ്സ് വരുന്നത് കണ്ടോ 4H2O. അപ്പോൾ എന്ത് പറ്റും, ഈ 4OH- ഇവിടെ ആഡ് ചെയ്തല്ലോ, ഇതാണ് മിസ് ചെയ്തേക്കുന്നത് കണ്ടോ, ഓർത്ത് നോക്കാം. 4OH വന്നു കേട്ടോ, ഓർത്ത് നോക്കാം. ആ 4OH വന്ന് ഇവിടെ എന്ത് ചെയ്ത് കട്ടായി, അപ്പോൾ എന്ത് വരുന്നു 2H2O കേട്ടോ. ഓക്കെ, അടുത്ത ഏതാ മോനെ? 6I2 അല്ല, 3 × I2 എത്രയാ? അല്ല 3I2 അതെ. ആ 2 ഇക്വേഷൻ എവിടെയാ അവസാനിപ്പിച്ചതെന്ന് പറഞ്ഞാൽ ഇത് 2I, ശ്രദ്ധിക്ക്, 2I + I2 + 2 ഇലക്ട്രോൺ, പിന്നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 3 × 2 എത്രയാ മോനെ? 6I. പിന്നെ ഇവിടെ ഒന്നുമില്ലല്ലോ, 1 × 3 എത്രയാ മോനെ? 3 ആണ്. 1 × അല്ലേ, ഇവിടെ 1 അല്ലേ ഉള്ളൂ. 1 × 3 3I2 കേട്ടോ. ഇത് 3I2 ആയി ചോദിച്ചു. ഇത് മുഴുവനും എന്താണ് ആക്ച്വലി റിയാക്ടൻസ് സൈഡ്, ഇത് മുഴുവനും പ്രൊഡക്റ്റ് സൈഡ്. ഓക്കെ, അതുകൊണ്ടാണ് മര്യാദക്ക് നേരെ എഴുതണ പോലെ എഴുതണം. കണ്ടോ, ഓർത്ത് നോക്കാം. ഇത് റിയാക്ടൻസ് സൈഡ്, അപ്പുറത്ത് എന്താ പ്രൊഡക്റ്റ്. റിയാക്ടൻസ് സൈഡിലും പ്രൊഡക്റ്റ് സൈഡിലും ഒരേപോലെ വന്നാൽ എന്ത് ചെയ്യണം? കട്ട് ചെയ്തോളാം. പിന്നെ അങ്ങനെ കട്ട് ചെയ്യൂലേ? അങ്ങനെ ആരെങ്കിലും ചെയ്യുമോ? 2 സാധനം റിയാക്ട് ചെയ്തു, എന്നിട്ട് അത് തന്നെ ഉണ്ടാവും. അങ്ങനെ ഒരു സാധനം ഉണ്ടാവും, വെള്ളവും കൂടി ഒഴിക്കുന്നു, അപ്പൊ എന്തുണ്ടാവും? വെള്ളമല്ലേ, അങ്ങനെ വെച്ചിട്ട് എഴുതാം. അങ്ങനെ എഴുതേണ്ട ആവശ്യമുണ്ടോ? ഓർത്ത് നോക്കുക. അതുകൊണ്ട് ആക്ച്വലി തന്നെ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. കണ്ടോ, ഓർത്ത് നോക്കുക. ഒരാൾ ഡൊണേറ്റ് ചെയ്തു, മറ്റേ ആൾ എന്ത് ചെയ്തു? റിസീവ് ചെയ്തു. അപ്പോൾ എന്താവും? ഈക്വൽ ആവും കേട്ടോ. ഓർത്തോ, ചോദിച്ചോ. പക്ഷെ ഇത് എഴുതുമ്പോൾ ഒരുമിച്ച് എഴുതിയില്ലെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും കേട്ടോ. അല്ല, നല്ല ഭംഗിയിൽ എഴുതാനാണ് പറഞ്ഞത്. ഇതാവുമ്പോൾ മനസ്സിലാവാത്ത പോലെ. ഇതല്ലേ താൻ എഴുതിയിരുന്നത്? ലാസ്റ്റത്തെ അല്ല, അതിന്റെ തൊട്ടുമ്പത്തെ 2 ഇക്വേഷൻ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിന്റെ നേരെ തന്നെ അടിയിൽ എഴുതാൻ നോക്കും കേട്ടോ. ഐന്റെ കാണാനില്ല, അതുകൊണ്ടാണ് ചോദിച്ചത്. ഐ എവിടെ? ഇത് എഴുതിയിരിക്കുന്നത് ഇത് വന്നു അല്ലേ? ഓക്കെ, ഇത് എഴുതിയിട്ട് ഇത് വന്നു, എന്നിട്ട് ഇത് 2 കൂടി ഒരുമിച്ച് എഴുതിയിട്ടുണ്ടോ? ഇല്ല. എഴുതാത്ത എന്താ? പിന്നീട് മനസ്സിലാവും. പിന്നെ നോക്കുമ്പോൾ ഇത് എവിടെ നിന്ന് വന്നു എന്ന് പറയും. താൻ തന്നെ പറയും. 1/2 അല്ല അത്. 2 ചെയ്തൊക്കെ വിട്ടില്ലേ? അങ്ങനെയല്ല, അതുപോലെ എടുത്ത് എഴുതണം, എന്നിട്ട് ഡിവൈഡ് ചെയ്യണം, എന്നിട്ട് കട്ട് ചെയ്യണം, എന്നിട്ട് ഒരുമിച്ചാക്കി എഴുതണം. അല്ലെങ്കിൽ മറന്നു പോകും കേട്ടോ. ഓർത്ത് നോക്കാം. നിങ്ങൾക്ക് എക്സാമിന് അത് ഭയങ്കര ബുദ്ധിമുട്ടാവും കേട്ടോ. ഓക്കെ, ഡൗട്ട് ആണെങ്കിൽ ചോദിച്ചു പോകും കേട്ടോ. ഓക്കെ, നിങ്ങൾ ഇതേ ശ്രദ്ധിക്കുക. ഇവിടെ KVയിൽ അവിടെ കൊടുത്തേക്കുന്ന ഒരു മെത്തേഡ് കാണിച്ചു തരാം കേട്ടോ. ഓർത്ത് നോക്കാം. നമ്മളത് പറയുന്ന മെത്തേഡാണ്. ദേ ഇവിടെ നോക്കിയേ. ദേ ഈ ഇക്വേഷൻ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ദേ അവർക്ക് ചെയ്ത ഒരു മെത്തേഡാണ് കേട്ടോ. ഓർത്ത് നോക്കുക. ഇത് ഇങ്ങനെ തന്നെ പഠിച്ചാൽ മതി. ഇതാണ് കുറച്ചും കൂടി എളുപ്പം. ഇവിടെ ശ്രദ്ധിക്കുക. ഇവിടെ അവരെന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ എത്ര ഓക്സിജൻ ഉണ്ട്? 4 ഓക്സിജൻ കേട്ടോ. ഓർത്ത് നോക്കുക. ഇത് തന്നെയാണ് കിട്ടിയേക്കുന്നത്, പക്ഷെ അവർക്ക് ഇവരുടെ നോട്ടിലുള്ള തന്നെ കാണിച്ചു തന്നാ. ഇവിടെ 4 ഓക്സിജൻ, ഇവിടെ 2 ഓക്സിജൻ. അപ്പൊ എന്ത് ചെയ്യും? വാട്ടർ ആഡ് ചെയ്യും. കുറെ മെത്തേഡ് ഉണ്ട് കേട്ടോ. 2H2 ഞാൻ പറഞ്ഞുതരാം, രണ്ടും തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞുതരാം. 2H2 അങ്ങനെയാണെങ്കിൽ അസിഡിക് മീഡിയം ആണെങ്കിൽ ഇനി എന്ത് ചെയ്താൽ മതി? ഇതിവിടെ 2 × അല്ലേ, എത്ര H+ വരും ഇവിടെ? 4H+. അപ്പൊ അസിഡിക് മീഡിയം ആണെങ്കിൽ ഇതേ ഇവിടെ എത്തി, ബാലൻസ്ഡ് ആയി, വേറെ ഒന്നും ചെയ്യണ്ട. അസിഡിക് മീഡിയം ആണെങ്കിൽ ഇവിടെ തീർന്നു. ഇനി ഇത് ബേസിക് മീഡിയം ആണ്. ബേസിക് മീഡിയം ആയ സമയത്ത് മിക്സ് ചെയ്ത് നേരെ എഴുതുക ചെയ്തേ. അപ്പോൾ ഒരു ഡൗട്ടും ഇല്ല. അവിടെ 2H2, ഇവിടെ 4H2. അതെങ്ങനെ വന്നു? അത് കാണിച്ചിരുന്നത് ഇവിടെ 4OH- ആഡ് ചെയ്യും. ബേസിക് അല്ലേ, ആസിഡ് ആവാൻ പാടില്ലല്ലോ, ഇത് ന്യൂട്രലായില്ലേ? H+ 4OH- ന്യൂട്രലായില്ലേ? ഇനി ഒരു റിയാക്ഷന്റെ 2 സൈഡിലും ഒരേ സാധനം ആഡ് ചെയ്താൽ കുഴപ്പമുണ്ടോ? ഇല്ല. സോ ഇവിടെയും ഞാൻ 4OH+ ആഡ് ചെയ്തു. 4OH- റിയാക്ടന്റ്, 4OH- പ്രൊഡക്റ്റ്. 4H+ 4OH- എന്തായിരിക്കും? അത് 4H2O. എന്തായിരിക്കും? 4H2O. അപ്പൊ 4H2O പ്ലസ് MnO4 മൈനസ് പ്ലസ് 3 ഇലക്ട്രോൺ ഗീവ്സ് എന്ത് വരും? MnO2 പ്ലസ് എന്തൊക്കെ വരും? 2H2O പ്ലസ് 4OH-. എന്നിട്ട് മിക്സ് ചെയ്തത് ഇവിടെ നിന്ന് 2H2Oയും ഇവിടത്തെ 4ൽ നിന്ന് അല്ലെ, ഇവിടെ 4 ഉണ്ടല്ലോ, ആ 4 വെട്ടി അവിടെ 2 ആയി. കണ്ടോ? ഓർത്ത് നോക്കുക. അതാണ് നമ്മൾ എഴുതിയേക്കുന്നത്. കണ്ടോ?
അപ്പോൾ ഓർത്ത് നോക്കുക, ഇതാണ് നിങ്ങൾക്ക് കൊടുത്തേക്കുന്നത് 2H2O MnO4 മൈനസ്. പക്ഷേ ഇതിങ്ങനെ കറക്റ്റ് ആയിട്ട് അറിഞ്ഞു വെക്കണം. നേരത്തെ ചോദിച്ചാൽ അസിഡിക് മീഡിയ ആണെങ്കിൽ എങ്ങനെ ചെയ്യുന്നു? കറക്റ്റ് ആയില്ലേ? ഓർത്ത് നോക്കുക. H2O പിന്നെ U2 റിയാക്ടൻ സൈഡിലും പ്രൊഡക്റ്റ് സൈഡിലും ഒരേപോലെ ഇത് എഴുതിയാൽ മതി. ഇല്ല, ഇഷ്ടമുള്ളത് പോലെ ബാലൻസ് ചെയ്താൽ മതി. റിയാക്ടൻ സൈഡിൽ എന്താ ആഡ് ചെയ്യുന്നോ അതനുസരിച്ച് എന്ത് ചെയ്യണം? പ്രൊഡക്റ്റ് സൈഡിൽ ആഡ് ചെയ്യണം കേട്ടോ. ഓർത്ത് നോക്കുക. അപ്പൊ എന്താവും? ഈക്വൽ ആവും കേട്ടോ. ഓർത്ത് നോക്കുക. ഇതാണ് നിങ്ങൾ സ്കൂളിൽ കാണിച്ചേക്കുന്ന മെത്തേഡായിട്ട് വന്നേക്കുന്നേ, ഇവരുടെ നോട്ടിൽ വന്നേക്കുന്നത് കേട്ടോ. ഓർത്ത് നോക്കുക. നമ്മൾ നേരെ ചെയ്തു എന്നുള്ളൂ. ഓർത്ത് നോക്കുക. ഓക്കെ ആണോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എഴുതിക്കോ കേട്ടോ. അസിഡിക് മീഡിയത്തിന്റെ ചെയ്യാം. H2O2 പ്ലസ് Fe2 പ്ലസ്. ഇത് വായിച്ചോട്ടെ, കുഴപ്പമില്ല. തനിയെ ചെയ്യാൻ നോക്കണം കേട്ടോ. ഞാൻ പറയാം, എഴുതാം. ക്വസ്റ്റ്യൻ എഴുതാം. H2O2 hydrogen peroxide. H2O2 hydrogen peroxide plus Fe. Fe വന്നേക്കുന്നത് 2 plus gives Fe3 plus H2O. ഇൻ അസിഡിക് മീഡിയം കേട്ടോ. ഓർത്ത് നോക്കുക. ഇൻ അസിഡിക് മീഡിയം സെൽഫായിട്ട് ലാസ്റ്റ് വരെ ചെയ്യണം കേട്ടോ. ഓർത്ത് നോക്കുക. ഇൻഡിവിജ്വലി ലാസ്റ്റ് വരെ ചെയ്യാൻ നോക്കുക. ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാർ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. ഇവിടെ ഓഫ്ലൈനിലുള്ള ആൾക്കാരുടെ അടുത്ത് എനിക്ക് ബുക്ക് നോക്കാൻ പറ്റും. എല്ലാവരെയും ബുക്ക് ചെയ്യാൻ നോക്കൂ കേട്ടോ. എന്നിട്ട് ഞാൻ ഇത് ബോർഡിൽ ചെയ്യുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ചാപ്റ്ററുകളിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസുകൾ വേഗം ടൈപ്പായിട്ട് ചെയ്ത് പോകണം. നാളെ എക്സാം. ഹാഫ് റിയാക്ഷൻ മെത്തേഡ് മറ്റേ നമ്മൾ കുറെ ചെയ്തേക്കുന്നതാണ്. ഇത് തന്നെ കേട്ടോ. ഓക്കെ, ആ ടൈപ്പുകൾ അങ്ങ് ചെയ്തു പോ. എറർ വന്നോട്ടെ, പെട്ടെന്ന് ചെയ്യാൻ നോക്കുക കേട്ടോ. മെത്തേഡ് അറിയാലോ. ആദ്യം എന്ത് ചെയ്യുക? ഐഡന്റിഫൈ ഓക്സിഡേഷൻ നമ്പർ. ഇൻക്രീസിങ് വന്ന ഓക്സിഡേഷൻ, ഡിക്രീസിങ് വന്ന റിഡക്ഷൻ. സെറ്റ് ഓഫ് റൂളൊക്കെ ഓർത്ത് നോക്കുക. എന്നിട്ട് വേഗം ചെയ്യാം. H2O2 പെറോക്സൈഡ് ആണ്. അപ്പൊ എത്രയായിരിക്കും വരിക എന്ന് അറിയാലോ. ഞാൻ കുടിച്ചു. O2 -1 വരും. അതിലൊരു ഓക്സിജൻ കേട്ടോ. ഓർത്ത് നോക്കാം. H2O2 അതിലൊരു ഓക്സിജന് -1 ആണ് വരിക കേട്ടോ. ഓർത്ത് നോക്കാം. ഞാൻ എടുത്തെടുത്ത് ചെയ്തു പോവാം. ഞാൻ ബോർഡിൽ ചെയ്യും, നിങ്ങൾ അത് നോക്കേണ്ട ആവശ്യമില്ല. ഇൻഡിവിജ്വലി തനിയെ ചെയ്യാൻ നോക്കുക. എന്നിട്ട് ഒന്ന് മാച്ച് ചെയ്ത് നോക്കുക കേട്ടോ. ഓർത്ത് നോക്കുക. അത്രേ ഉള്ളൂ. ഞാൻ ടേബിളാക്കി ചെയ്യാൻ പറയണത് നിങ്ങൾക്കും ടീച്ചേഴ്സിനും കാണുമ്പോൾ അത് എളുപ്പമായിട്ട് വരും. അതിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾ ടീച്ചേഴ്സ് ചോദിക്കുകയാണെങ്കിൽ പറഞ്ഞാൽ മതി, ഏതെങ്കിലും ഒരു ഗൈഡിൽ നിന്ന് എടുത്തപ്പോൾ ഇങ്ങനെ കണ്ടു അതുകൊണ്ട് ചെയ്താന്ന് പറഞ്ഞാൽ മതി കേട്ടോ. ഓർക്കുക. അവർക്ക് നിങ്ങൾക്കും എറർ വന്നാൽ ഐഡന്റിഫൈ ചെയ്യാൻ എളുപ്പമായിരിക്കും കേട്ടോ. എങ്ങനെ ചെയ്യണമെന്ന് കുഴപ്പമൊന്നുമില്ല. ഞാനത് ടേബിൾ ആക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ചെയ്യാം, അത്രേ ഉള്ളൂ.
സ്കൂളിൽ നിങ്ങൾക്ക് ഒരേ ലൈനിലാണെന്ന് എനിക്ക് അറിയാം, പക്ഷെ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ എടുത്തിടുന്നത് കേട്ടോ. ഓക്കെ, നിങ്ങൾ തനിയെ ചെയ്യാൻ നോക്കിയാൽ മതി കേട്ടോ. ഓക്സിജൻ ആണ് ബാലൻസ് ചെയ്യേണ്ടത്, ഹൈഡ്രജനെ ബാലൻസ് ചെയ്യേണ്ട ആവശ്യം. ഓക്സിജനാ ബാലൻസ് ചെയ്യുക കേട്ടോ, ഓർത്ത് പോകുക. കാരണം എന്താ, ഇവിടെ നമുക്ക് ഈ ഓക്സിഡേഷൻ നമ്പർ ഇല്ലേ, ഇത് -1 -2 ആരെയാണ് നമ്മൾ നോക്കുന്നത്? ഈ ഓക്സിജനെ മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ. അതുകൊണ്ട് ഓക്സിജനെ ബാലൻസ് ചെയ്യുക. ദെൻ 1 ഓക്സിജനുള്ള ചേഞ്ച് ആണ് 1 ഇലക്ട്രോൺ അല്ലേ, ഓർത്ത് 1 ഇലക്ട്രോൺ അല്ലേ ഡിഫറൻസ്. -1 -2 തമ്മിലുള്ള ഡിഫറൻസ് എത്രയാ? 1 ഇലക്ട്രോൺ. ഇനി 1 ഇലക്ട്രോൺ ആണ് ഒരു ഓക്സിജന്. നമ്മളിവിടെ 2 ഓക്സിജൻ ആണ് ഓൾറെഡി നോക്കുന്നത് കണ്ടോ, അവിടുത്തെ ഇവിടെ 2 ഉണ്ട്, ഇവിടെയും നമ്മൾ 2 ആക്കി. അങ്ങനെ 2 ഇലക്ട്രോൺ വരുമ്പോൾ ഇവിടെ നമുക്ക് 2 ഇലക്ട്രോൺ. ഇവിടെ ഈ ഇലക്ട്രോൺ കൊടുക്കുന്നത് ഹയർ ഓക്സിഡേഷൻ സ്റ്റേറ്റ്, ഇത് -1 ആണ് ഹയർ, അതുകൊണ്ട് അവിടെ 2 ഇലക്ട്രോൺ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. 2 സ്റ്റെപ്പിലൊക്കെ ആക്കി ചെയ്താലും മതി. ഇതേ ഇനി അത് വേണ്ട, ഇങ്ങനെ അടുത്ത സ്റ്റെപ്പിലാക്കാം നമുക്ക്. H2O ചോദിച്ചു, മനസ്സിലായില്ല? ഓക്സിജന്റെ ഓക്സിഡേഷൻ നമ്പർ എത്രയാ? -2 ആയതുകൊണ്ട് 1 H2O X plus 2 into 1 equal to 0. 2 plus x equal to 0. X is equal to -2. എന്തുകൊണ്ടാണ് കിട്ടിയത്? എവിടെ എറർ വന്നതെന്ന് പറ. ഹൈഡ്രജനാ? നമ്മൾ ഓക്സിജൻ ആണ് നോക്കുന്നത്. ഹൈഡ്രജന് നിങ്ങൾക്ക് ഇവിടെയും ഇവിടെയൊക്കെ എന്തായിരിക്കും? +1 ആണ്, അതുകൊണ്ട് എഴുതണമെന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ, ഓർത്ത് നോക്കാം. ഹൈഡ്രജന്റെ 2 സ്ഥലത്ത് എന്താ? +1, അത് മാറില്ല കേട്ടോ, ഓർത്ത് നോക്കാം. ആ ഒബ്സർവേഷൻ ഇല്ലെങ്കിൽ നമ്മൾ വലിയ മോളിക്കൂൾ ആകുമ്പോൾ എല്ലാത്തിൻ്റെ എഴുതേണ്ടി വരും. നമ്മൾ കൊടുക്കുന്നത് കണ്ടോ, അത് ഈ ഓക്സിജനിൽ നിന്ന് ഞാൻ തുടങ്ങിയിരിക്കുന്നത്. ആരെ വരക്കണ കണ്ടോ? ആരെ വരക്കുന്നത്? ഓക്സിജനിൽ നിന്നാ എക്സിറ്റ് കണ്ടെത്തുന്നത് കണ്ടോ. അപ്പൊ അത് കറക്റ്റ് ആയിട്ടേ നമ്മൾ ചെയ്യാവൂ. ചോദിച്ചു പോണോ കേട്ടോ. ഓക്കെ, മോന് ചോദിച്ചു, അത് പറഞ്ഞുതരാം. ഇവിടെ നിന്ന് -1 -2 എത്ര ഡിഫറൻസ് ഉണ്ട്? 1. എത്ര ഓക്സിജനാ? ഒരാളുടെ അല്ലേ എടുക്കുക അല്ലെ. ഇവിടെ ഞാൻ O3 എന്ന് എഴുതിയാൽ പോലും അതിന്റെ മുകളിൽ എഴുതുമ്പോൾ x അല്ലേ, 3x ഈക്വൽ ടു x ഈസ് ഈക്വൽ ടു, എന്നിട്ട് മുകളിൽ എഴുതുന്ന വാല്യൂ എന്താ? ഒരെണ്ണം. ഒരു ഓക്സിജന് എന്റെ ഡിഫറൻസ് എത്രയാ? 1 ഇലക്ട്രോൺ. ഇവിടെ എത്ര ഓക്സിജൻ ഉണ്ട്? 2. ഇവിടെയും 2 ആക്കി കണ്ടോ, ഓർത്ത് നോക്കാം. ഇവിടെ ഞാൻ ഹൈഡ്രജൻ ഈക്വലന്റ് ആക്കിയോ? ഇല്ല. ആരെ മാത്രം ഈക്വലന്റ് ആക്കി? ഓക്സിജൻ. എന്തുകൊണ്ടാ? നമ്മൾ ഈ ഇലക്ട്രോൺ എഴുതുന്ന ആരെ നോക്കിയിട്ടാണ്? ഹൈഡ്രജനെ നോക്കിയിട്ടാണ് അല്ലെ, ഓർത്ത് നോക്കാം. ഇനി വേറൊരു ക്വസ്റ്റ്യനില് നമ്മൾ H2 മാത്രമാണെങ്കിൽ 0 വരുമ്പോൾ ഹൈഡ്രജന്റെ നമ്മൾ ബാലൻസ് ചെയ്യേണ്ടി വന്നാണ്. ഇവിടെ നമുക്ക് ഓക്സിജൻ ആണ് ഡിഫറൻസ്, അതുകൊണ്ടാണ് 2 ഇലക്ട്രോൺ എഴുതി ആദ്യം ഓക്സിജനെ ബാലൻസ് ചെയ്തു. ഇനി അസിഡിക് മീഡിയം ആണ്. അസിഡിക് മീഡിയം ആകുമ്പോൾ എത്ര H+ ഇതിൽ ആഡ് ചെയ്യണം ഈക്വലന്റ് ആക്കാൻ? എത്ര H+ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഈക്വൽ ആകും? എവിടെ ആഡ് ചെയ്യണോ അത്? ഇവിടെ. എന്തുകൊണ്ടാ? ഇത് ചാർജ് 0 ആണ്. ഇവിടെ എത്ര ചാർജ് ഉണ്ട്? 2 അല്ലേ. ടോട്ടൽ ചാർജ് എത്രയാ? 2. അപ്പൊ എത്ര H+ ആഡ് ചെയ്യണം? 2H+. 2H+. അപ്പൊ ചാർജ് ഈക്വലന്റ് ആണ്. ഇനി അതും അല്ലെങ്കിൽ ഇത് ഇവിടെ നോക്കിയേ, ഹൈഡ്രജൻ ഇവിടെ 2 ഉള്ളൂ, ഇവിടെ എത്രയുണ്ട്? 4. ഓർത്ത് നോക്കാം. അങ്ങനെയൊക്കെ നോക്കണം കേട്ടോ. ഒന്നല്ലെങ്കിൽ അങ്ങനെ നോക്കണം കേട്ടോ, ഓർത്ത് നോക്കാം. ഇനി ചില ആൾക്കാർ ഓക്സിജൻ ഒക്കെ നോക്കാം. അപ്പോൾ ഏതെങ്കിലും ഒരു മെത്തേഡിൽ നിങ്ങൾ കറക്റ്റ് ആയിട്ട് സ്റ്റിക്ക് ഓൺ ചെയ്യുക കേട്ടോ, ഓർത്ത് നോക്കാം.
നെക്സ്റ്റ് എന്ത് ചെയ്യും? ഇത് കഴിഞ്ഞോ? ഇവിടെ 1 ഇലക്ട്രോൺ ആണ്, ഇവിടെ എന്തായിരുന്നു 2 ഇലക്ട്രോൺ. അപ്പൊ എന്ത് ചെയ്യണം? ഫസ്റ്റ് ഇലക്ട്രോണിന് കേട്ടോ പരമാവധി സ്റ്റെപ്പ് എഴുതുക കേട്ടോ. നിങ്ങൾ ശ്രദ്ധിക്കുക, ഞാൻ സ്റ്റെപ്പുകൾ കുറയ്ക്കാതെ എഴുതുന്ന പോലെ നിങ്ങൾ എഴുതുക, അല്ലെങ്കിൽ കുറച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല. എറർ വന്ന ഇതിൽ നിന്ന് കണ്ടെത്താനും ബുദ്ധിമുട്ടാണ്. അപ്പൊ Fe2 പ്ലസ് ഗീവ്സ് Fe3 പ്ലസ് 1 ഇലക്ട്രോൺ. അതിന് ഓൾ ഇക്വേഷന് നമ്മൾ ഇൻറ്റു 2 അല്ലേ, അപ്പുറത്ത് 2 ആണ് വന്നേക്കുന്നത്. അപ്പോൾ അതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി ഇൻറ്റു 2. ദെൻ അടുത്ത ഇക്വേഷൻ എന്തായിരുന്നു ആക്ച്വലി അല്ലേ, അതിന്റെ ഇതാണ് 2H പ്ലസ് H2O2 plus 2 electron gives 2H2O. The whole equation multiplied with the 1 ഇവിടെ ഓർത്ത് നോക്കുക, കാരണം ഇവിടെ 1 ഇലക്ട്രോൺ ഇവിടെ 2 ഇലക്ട്രോൺ അല്ലെ, ക്രോസ് ചെയ്ത് ഈക്വലന്റ് ആക്കാനായിട്ട് നോക്കുക. ഓക്കെ, ക്രോസ് ചെയ്ത് ഈക്വലന്റ് ആക്കാൻ നോക്കുക. അങ്ങനെ വരുമ്പോൾ ഫൈനൽ ഇക്വേഷൻ എന്ത് വരും? 2Fe2 plus gives Fe3 plus plus 2 electron. കേട്ടോ, കറക്റ്റ് ആയിട്ട് കിട്ടുമെന്ന് നോക്കുക. ഇൻഡിവിജ്വലി ചെയ്ത് നോക്കണം കേട്ടോ, എറർ വരരുത്. കാരണം ഇതുപോലുള്ള വലിയ ഇക്വേഷൻ വരുമ്പോൾ ആർക്കാണ് ചേഞ്ച് വരുന്നത്, അതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് മാത്രം പെൻസിൽ കൊണ്ട് എഴുതാൻ നോക്കുക. പെൻസിൽ കൊണ്ട്, കാരണം ഇവിടെ നിങ്ങൾ ഒരു വാല്യൂ ചേഞ്ച് ചെയ്താൽ പിന്നെ മൊത്തം തെറ്റി. ടീച്ചർമാർക്ക് നോക്കി കണ്ടെത്താനായിട്ട് പറ്റില്ല. അപ്പോൾ അവരെന്ത് ചെയ്യും? ഡെറ്റ വിട്ട്. മനസ്സിലായി? അപ്പോൾ 3 മാർക്കിന്റെ മാർക്ക് ഫുള്ള് പോകും. സ്റ്റെപ്പുകൾ എഴുതുമ്പോൾ പെട്ടെന്ന് അനലൈസ് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ എഴുതുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ചില ആൾക്കാർ നേരെ എഴുതി നിർബന്ധം പിടിക്കും. അങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്ത് ഞാൻ പറയാം, ഈ സ്റ്റെപ്പില്ലേ ഇവിടെ, അതെ ഇത് ഒരു സ്റ്റെപ്പ് ഉള്ളൂ, ചിലത് ഇവിടെ തന്നെ 3 സ്റ്റെപ്പോ 4 സ്റ്റെപ്പൊക്കെ വരും. അപ്പൊ ഒക്കെ എന്ത് ചെയ്യുക? ഓക്സിഡേഷൻ എന്ന് പറഞ്ഞ് ഹെഡിങ് കൊടുത്തിട്ട് അതിനെ ഫുള്ള് ബാലൻസ് ചെയ്യാൻ നോക്കുക. നേരെ എഴുതുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഇത് നിങ്ങൾക്ക് ഒരു ബോർഡിൽ അല്ലെങ്കിൽ ഒരു ഫ്രെയിമിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ എവിടെയാണ് എറർ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. മനസ്സിലായി? ഓർത്ത് നോക്കുക, എന്നിട്ട് അത് ക്ലിയർ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും കേട്ടോ. ഓക്കെ, അറിയാണോ? ചെയ്യട്ടോ, ഓർത്ത് നോക്കുക. ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെ വീട്ടിൽ പോയിട്ട് റിപ്പീറ്റ് ചെയ്യാം. ചോദിച്ചു 1 ഇലക്ട്രോൺ ഒരു ഓക്സിജൻ ആണ് ഈ 1 ഇലക്ട്രോൺ. നമ്മൾ ആ മുകളിൽ ഇടുന്നത് കണ്ടോ, -1ഉം -2ഉം തമ്മിൽ എത്ര വ്യത്യാസമുണ്ട്? 1 ഉണ്ടോ? അപ്പൊ 1 ഇലക്ട്രോൺ ആണ്, ശരിയാണ്. പക്ഷെ എത്ര ഓക്സിജൻ ഉണ്ട്? 2 ഓക്സിജൻ ഉണ്ട്. 2 ഓക്സിജൻ അല്ലേ? ഇതുണ്ട് H2O2ന്റെ താഴെ 2 ഓക്സിജൻ. എന്തിനാ 2H2 എന്ന് എഴുതിയേ ഞാൻ? അവിടെ 2 ഓക്സിജൻ ഉണ്ട്, മറ്റേടത്തും 2 ഓക്സിജൻ ആക്കണം അല്ലേ? റിയാക്ടൻ സൈഡ് ഈക്വൽ ആക്കണം, പ്രൊഡക്റ്റ് സൈഡിൽ ഈക്വൽ ആക്കണം. അപ്പോഴും വാട്ടറിന് അവിടെ ഹൈഡ്രജൻ ഈക്വൽ ആണോ? അല്ല. അവിടെ പിന്നെ എന്തിനും ഞാൻ ഓക്സിജനെ മാത്രം ഈക്വൽ ഉണ്ടാക്കിയത്? നമുക്ക് ഓക്സിഡേഷൻ നമ്പർ വ്യത്യാസമുള്ള ആളെയാണ് ഈക്വൽ ആക്കേണ്ടത് ആദ്യം. ഉണ്ടോ? ഓക്കെ, അപ്പോൾ ഓക്സിജൻ ആദ്യം എങ്ങനെയും നമുക്ക് എന്ത് ചെയ്യണം? ഈക്വൽ ആക്കണം. ബാലൻസിങ് അങ്ങനെയല്ലേ, 2 സ്ഥലത്തും ചെയ്യുന്നതാണ്. അങ്ങനെ ഓക്സിജനെ നമ്മൾ ബാലൻസ് ചെയ്തിട്ട് നോക്കുമ്പോൾ എത്ര ഓക്സിജൻ ഉണ്ട്? 2 ഓക്സിജൻ 2 സൈഡിലും ഉണ്ട് അല്ലേ? ഒരു ഓക്സിജൻ എത്രയാ? 1 ഇലക്ട്രോൺ. അപ്പൊ 10 ഓക്സിജൻ ആണെങ്കിൽ 10 ഇലക്ട്രോൺ. ഇപ്പൊ 2 ഓക്സിജൻ ആയതുകൊണ്ട് 2 ഇലക്ട്രോൺ ഉണ്ടോ? 2 ഇലക്ട്രോൺ. അതുകൊണ്ടാണ് 2 ഇലക്ട്രോൺ അങ്ങനെ വന്നത് കേട്ടോ. ക്ലിയർ ചെയ്തു. ചോദിച്ചു ഹയർ വാല്യൂ അത് ഏതാണ്? ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഹയർ ആണ് കേട്ടോ. -1 -2 ആയതുകൊണ്ടല്ലേ ചോദിച്ചത് അതിനകത്ത് അല്ലേ? ഓക്കെ, -2നേക്കാളും വലുതാണ് -1 കേട്ടോ. ഓക്കെ, -1 ആണോ -2 ആണോ വലുത്? -1 നമ്പർ ലൈൻ. അപ്പൊ -1ന്റെ അവിടെയാണ് ഇലക്ട്രോൺ ആഡ് ചെയ്യേണ്ടത്. ഹയർ വാല്യൂവിന്റെ അവിടെയാണ് ഇലക്ട്രോൺ ആഡ് ചെയ്യേണ്ടത്. ഞാൻ എല്ലാത്തിലും അല്ലേ ഒറ്റ വേർഡാ പറഞ്ഞുള്ളൂ.
ഇലക്ട്രോൺ ആഡിങ് ടു എ ഹയർ വാല്യൂ. നേരത്തെ ക്വസ്റ്റ്യൻ നോക്കി എവിടെ ആഡ് ചെയ്തേന്ന് നോക്കിയേ, 7ന്റെ അവിടെ കണ്ടോ, 7 എവിടെയാ, ഹയർ വാല്യൂ കണ്ടോ. അങ്ങനെ കൊടുത്തില്ലെങ്കിൽ അപ്പുറപ്പുറം മാറിപ്പോ കണ്ടോ. ഓക്കെ, ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഹയറിന്റെ അവിടെ, അപ്പൊ -1 ആരെക്കാളും വലുതാണ്, -2നേക്കാളും ബിഗർ ആണ്. അതുകൊണ്ടാണ് -1ന്റെ അവിടെ ഇലക്ട്രോൺ ആഡ് ചെയ്തത് കേട്ടോ. അപ്പൊ നിങ്ങൾ ഡൗട്ടുള്ള ചോദിച്ചു പോണോ കേട്ടോ. മിത്ര എന്തായി, ഓക്കെ ആണോ, ശരിയായോ? ആ ഹരി മോനെ ശരിയായോ, കിട്ടിയോ? ആ സിയോൺ ഓക്കെ ആണോ? ചോദിച്ചോ എന്താന്നുള്ളത്. ഇവിടെ ശ്രദ്ധിക്കാം, ഇത് -1 അല്ലേ, ഇതുണ്ട് ഇലക്ട്രോൺ ആഡ് ചെയ്യുന്നത്. -1ഉം -2 തമ്മിൽ എത്ര ഡിഫറൻസ് ഉണ്ട്? 1 ഇലക്ട്രോൺ. ഇത് ഒരു ഓക്സിജൻ ആണ്, 1 ഇലക്ട്രോൺ. ഒരു ഓക്സിജൻ ആണ് അല്ലെ. നമ്മളിപ്പോ എക്സ് എഴുതിയിട്ടില്ലേ, 2x, എന്നിട്ട് എക്സിന്റെ വാല്യൂ അല്ലേ മുകളിൽ എഴുതാം. അപ്പൊ ഒരു ഓക്സിജന്റെ വാല്യൂ ആണ് -1. കണ്ടോ, ഓർത്ത് നോക്ക്. ഇവിടെ നമ്മളത് ബാലൻസ് ചെയ്തപ്പോ ആദ്യം ആരെ ബാലൻസ് ചെയ്തു? ഓക്സിജൻ. എന്തുകൊണ്ടോ ഹൈഡ്രജനെ ബാലൻസ് ചെയ്യാൻ? അല്ല, ഹൈഡ്രജനെ ബാലൻസ് ചെയ്യുന്നേക്കാൾ ഓക്സിഡേഷൻ നമ്പറിൽ റിഡക്ഷൻ അല്ലെങ്കിൽ ഓക്സിഡേഷൻ അവരെ ആദ്യം ബാലൻസ് ചെയ്യണം, എന്നിട്ടാണ് ബാക്കിയുള്ളത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, H2O2 ഗീസ് 2H2O. അതിൽ ആദ്യം ഓക്സിജനെ ഞാൻ എന്ത് ചെയ്തു, ബാലൻസ് ചെയ്തു. ഓക്സിജനെ ബാലൻസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ എന്തിട്ടു, 2H2O ഇട്ടു. കണ്ടോ, ഇപ്പൊ ഓക്സിജൻ ബാലൻസ്ഡ് ആണ്. നമുക്ക് വേണ്ട ഓക്സിജനെയാണ് ഈക്വൽ ഓക്സിജൻ ആക്കി. ഇനി ഒരു ഓക്സിജന് 1 ഇലക്ട്രോൺ, അങ്ങനെയാണെങ്കിൽ 2 ഓക്സിജന് 5 ഓക്സിജൻ ആണെങ്കിൽ 5. ദാറ്റ്സ് ഓൾ. കണ്ടോ, ഒരു പേനയുടെ വില അതുപോലെ തന്നെ കൊണ്ടുപോകണം. അപ്പൊ ഒരു ഓക്സിജന് 1 ഇലക്ട്രോൺ, 2 ഓക്സിജന് 2 ഇലക്ട്രോൺ കേട്ടോ. അങ്ങനെയാ വന്നേക്കുന്നത്. എടുത്തെഴുതണം കേട്ടോ. എന്നിട്ട് നമുക്ക് അടുത്ത ഏരിയയിലേക്ക് പോവാം. ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് കരുതാം. എല്ലാവരും എഴുതിയോ? ഇനി ഇത് പഠിക്കാനായിട്ട് വീട്ടിൽ നിങ്ങൾ ചെയ്യുക, 3 ക്വസ്റ്റ്യൻ എങ്കിലും മോഡൽ ആക്കിയിട്ട് ഒന്ന് ചെയ്യുക. ഒരെണ്ണം നമ്മൾ K2Cr2O7ന്റെ ഒരു ഓക്സിഡേഷൻ നമ്പർ മെത്തേഡിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇൻ കേസ് ഇത് കിട്ടുന്നില്ലെങ്കിൽ അന്ന് ചെയ്ത സമയത്ത് മറ്റേ മെത്തേഡ് കറക്റ്റ് ആയിട്ട് കിട്ടിയതാണ്, അതങ്ങോട്ട് എഴുതി വെച്ചേക്കാം. എന്ത് മെത്തേഡ് ചോദിച്ചു കഴിഞ്ഞാലും കേട്ടോ, ഓർത്ത് നോക്കാം. മനസ്സിലായി? കിട്ടിയില്ലേ, മറ്റേ ഹാഫ് റിയാക്ഷൻ നിങ്ങൾക്ക് കിട്ടുന്നില്ല, ഭയങ്കര ഇതുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടും എന്നറിയാം, നിങ്ങളുടെ ഉദ്ദേശമല്ല. ഇൻ കേസ് ഒരു മൈൻഡിൽ ഒരു പ്രശ്നം വരികയാണെങ്കിൽ അത് എഴുതി വെച്ചാലും മതി കേട്ടോ, ഓർത്ത് നോക്കാം. നല്ല ഹോണസ്റ്റ് ആയിട്ട് എഴുതി വെക്കുക, ക്ലിയർ ചെയ്യാം കേട്ടോ, ഓർത്ത് നോക്കാം. നിങ്ങൾക്ക് 3 ചാപ്റ്ററാ പറഞ്ഞേക്കുന്നത് കേൾവിക്കാർക്ക്. ഇവിടെ ശ്രദ്ധിച്ചു കേട്ടോ, പെട്ടെന്ന് നമുക്ക് നോക്കാം. റിഡോക്സ്, തെർമോഡൈനാമിക്സ്, ഇക്വിലിബ്രിയം. മറ്റേ നോമൻക്ലേച്ചർ അറിയാലോ, കുഴപ്പമൊന്നുമില്ല, വരെയുണ്ട്. ഓക്കെ, നോമൻക്ലേച്ചർ ഒരു 3-4 ക്വസ്റ്റ്യൻ നോക്കാം. നമുക്ക് ഇനി കുറച്ച് സമയമേ ഉള്ളൂ പെട്ടെന്ന് ഈ 3 ചാപ്റ്ററിന്റെ ഏരിയയിലേക്ക് വരാം. ഈ ചാപ്റ്ററിൽ ബാക്കി എന്തൊക്കെ പഠിക്കണം? ഇവിടെ ശ്രദ്ധിച്ചേ, ഒരെണ്ണത്തിൽ സ്റ്റക്ക് ആവരുത് കേട്ടോ. നമ്മൾ നാളെ എക്സാം ആണ്. ഒരു ക്വസ്റ്റ്യൻ ഒട്ടും കിട്ടില്ല എങ്കിൽ എന്ത് ചെയ്യുക, ധൈര്യപൂർവ്വം അത് വേണ്ടെന്ന് നോക്കുക, എന്നിട്ട് ബാക്കിയൊക്കെ പഠിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, അത് വന്നു കഴിഞ്ഞാൽ ഇല്ല എന്നുള്ളതായിരുന്നു. അപ്പൊ ഇത് നിങ്ങൾ എന്തായാലും ചെയ്യുന്നുണ്ട്. ഈ ക്വസ്റ്റ്യൻ ഞാൻ വീട്ടിൽ പോയി 2 പ്രാവശ്യം ചെയ്താൽ കിട്ടും കേട്ടോ, ഓർത്ത് നോക്കാം. മെത്തേഡ് കിട്ടും. ഓരോ സമയത്തും വരുന്ന ചലഞ്ച് ആലോചിക്കുക, ക്ലിയർ ചെയ്യുക. ദെൻ ഇനി ഈ ചാപ്റ്ററിൽ ബാക്കിയുള്ളത് എന്തൊക്കെയായിരുന്നു നോക്കിയേ. ആദ്യത്തെ ഞാൻ പറഞ്ഞു ഓക്സിഡേഷന്റെ ക്ലാസിക്കൽ മെത്തേഡ് എന്ന് പറയുന്നത് അല്ലെ. അഡീഷൻ ഓഫ് ഹൈഡ്രജൻ എന്തായിരുന്നു? റിഡക്ഷൻ, റിമൂവൽ ഓഫ് ഓക്സിജൻ, റിഡക്ഷൻ കേട്ടോ, ഓർത്ത് നോക്കാം. അഡീഷൻ ഓഫ് ഹൈഡ്രജൻ, റിഡക്ഷൻ, റിമൂവൽ ഓഫ് ഓക്സിജൻ, റിഡക്ഷൻ. റിഡക്ഷൻ തീർന്നു. അങ്ങനെയാണെങ്കിൽ ഓക്സിഡേഷൻ ഓപ്പോസിറ്റ് ആക്കി പഠിക്കാം. അഡീഷൻ ഓഫ് ഓക്സിജൻ, ഓക്സിഡേഷൻ, ദെൻ റിമൂവൽ ഓഫ് ഹൈഡ്രജൻ, ഓക്സിഡേഷൻ, റിമൂവൽ ഓഫ് ഹൈഡ്രജൻ, ഓക്സിഡേഷൻ. ദെൻ അങ്ങനെ ഓക്സിഡേഷൻ റിഡക്ഷനും ക്ലാസിക്കൽ മെത്തേഡ് 10T പഠിച്ച്. ദെൻ അത് കഴിഞ്ഞ ഇലക്ട്രോൺ ട്രാൻസ്ഫർ മെത്തേഡ് എന്തായിരുന്നു? ലോസ് ഓഫ് ഇലക്ട്രോൺ, ഗെയിൻ ഓഫ് ഇലക്ട്രോൺ. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കുക, ടെക്സ്റ്റ് ബുക്കിൽ റെഡ്യൂസിങ് ഏജന്റ് ആൻഡ് ഓക്സിഡൈസിങ് ഏജന്റ് പറഞ്ഞിട്ടുണ്ട്. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തായിരുന്നു? എലമെന്റ് അണ്ടർഗോ ഓക്സിഡേഷൻ, ഇറ്റ് ആക്ട് ആസ് ആൻ എ റെഡ്യൂസിങ് ഏജന്റ്. എലമെന്റ് അണ്ടർഗോ റിഡക്ഷൻ, ഇറ്റ് ആക്ട് ആസ് ആൻ എ ഓക്സിഡൈസിങ് ഏജന്റ്. ഉണ്ടോ? റിഡക്ഷനിൽ അണ്ടർഗോ വന്നാൽ ഓക്സിഡൈസിങ് ഏജന്റ്, എലമെന്റ് അണ്ടർഗോ ഓക്സിഡേഷൻ, ഇറ്റ് ആക്ട് ആസ് ആൻ എ റെഡ്യൂസിങ് ഏജന്റ്. ആ വേർഡ് ഒന്ന് ഓർത്ത് നോക്കാം, ഓപ്പോസിറ്റ് ആയിട്ട്. ഇത് രണ്ടും കൂടി മിക്സ് ആക്കരുത്, ക്ലിയർ ചെയ്ത് കൊണ്ടുവരാം. ദെൻ അത് കഴിഞ്ഞാൽ ഓക്സിഡേഷൻ നമ്പർ മെത്തേഡ്, സെറ്റ് ഓഫ് റൂൾ. അത് നല്ല ക്ലിയർ ആവണം, അല്ലെങ്കിൽ ചാപ്റ്റർ ഒന്നുമില്ല. കാരണം അത് വെച്ചിട്ടാണ് ഈ ചാപ്റ്ററിന്റെ എല്ലാ കാര്യങ്ങളും ഉണ്ടാക്കിയേക്കുന്നത്. ആദ്യത്തെ റൂൾ പറയുകയാണ് എന്താണ്?
ഫ്രീ സ്റ്റേറ്റ് ഓർ അൺകമ്പൈൻഡ് സ്റ്റേറ്റ്. പറയ്, ഫ്രീ സ്റ്റേറ്റ് ഓർ അൺകമ്പൈൻഡ് സ്റ്റേറ്റ്. ഓക്സിഡേഷൻ നമ്പർ എത്രയാ? 0. ഓക്സിഡേഷൻ നമ്പർ 0. ഇതാണ് ആദ്യത്തെ ഒരു ഏരിയ ആയിട്ട് നമ്മൾ നോക്കേണ്ടത്. ദെൻ രണ്ടാമത് എന്തായിരുന്നു? ചാർജ് അല്ലെ. ഒരു പെർട്ടിക്കുലർ എലമെന്റ് Fe2+, അതിന്റെ ഓക്സിഡേഷൻ നമ്പർ എന്ത് തന്നെയാ? 2 തന്നെയാണ്. ചാർജ് എന്ന് പറയുന്നത് സെയിം ആണ് എന്നുള്ളത് ഓർത്തു വെക്കുക. ദെൻ തേർഡ് ആയിട്ട് വരുന്നത് നമ്മൾ ഓക്സിജൻ എടുക്കുകയാണ്. ഓക്സിജൻ ഓക്സൈഡ്സ്. ഓക്സൈഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ? MgO, CaO അല്ലെ, മെറ്റൽ ഓക്സൈഡ്സുകൾ. ഇതെല്ലാം എന്തായിരിക്കും? -2. അപ്പോ ഓക്സിജന്റെ ഓൾമോസ്റ്റ് അല്ലെ 90% കോമ്പൗണ്ടുകളും ഓക്സൈഡ്സ് ആണ്. ഓക്സൈഡ്സിന് എത്രയായിരിക്കും? -2. Then peroxide -1. ആരാ പെറോക്സൈഡ്? H2O2. Then Na2O2. പെറോക്സൈഡ് എത്രയാ? -1. Then സൂപ്പർ ഓക്സൈഡ് എന്തായിരുന്നു? സൂപ്പർ ഓക്സൈഡ് K2O -1/2 ആണ് കേട്ടോ. ഓർത്ത് നോക്കുക. ടെക്സ്റ്റ് ബുക്കിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, അത് പറയുന്നത് എന്താ? O2ന്റെ വെച്ചേക്കുന്നത്. K2O O2 എന്ന് പറയുമ്പോൾ എന്താ? 1 ആയി മാറും, -1 ആയിട്ട് വരും K2O2. അപ്പൊ K2O എന്ന് പറഞ്ഞാൽ സൂപ്പർ ഓക്സൈഡ് ആണ്. സിംഗിൾ ഓക്സിജന്റെ ചാർജ് അവിടെ -1/2 ആണ് വരിക. അത് കറക്റ്റ് ആയിട്ട് ഓർത്ത് വെക്കുക. ദെൻ അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് നമുക്ക് ഇവിടെ പറയുന്നത് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് റിഡോക്സ് ആണ്. അതിലേതൊക്കെയാണ്? കോമ്പിനേഷൻ, ഡീകമ്പോസിഷൻ, മെറ്റൽ ഡിസ്പ്ലേസ്മെന്റ് അല്ലെ. ഓർത്ത് വെക്കുക. ഒരു എക്സാമ്പിൾ വെറുതെ ഒന്ന് വായിക്കാം, അല്ലെങ്കിൽ അതിനൊന്നും സമയം കളയണ്ട. കാരണം എന്താ? നമ്മൾ പണ്ട് പഠിച്ചേക്കുന്നതാണ് CSO4+ FeSO4+ Cu. അവിടെയൊക്കെ റിഡോക്സ് എടുത്ത് പറഞ്ഞു കാണിക്കുന്നതാണ്. അത് സാധാരണ രീതിയിൽ ടെക്സ്റ്റ് ബുക്കിലെ ബാക്കിലെ ക്വസ്റ്റിൽ റൈറ്റ് ദ കോമ്പിനേഷൻ റിയാക്ഷൻ അണ്ടർഗോ എന്താണ് റിഡോക്സ് അങ്ങനെ പറഞ്ഞു ക്വസ്റ്റ്യൻ ഇല്ല എന്ന് തന്നെ പറയാം കേട്ടോ. ഓർത്ത് നോക്കുക. നോർമലി അത് വരില്ല. പക്ഷെ അത് കഴിഞ്ഞ് വരുന്ന ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ അത് കറക്റ്റ് ആയിട്ട് കിട്ടണം. എന്തായിരുന്നു? സിംഗിൾ ഹരി പറഞ്ഞു അല്ലെ. സിംഗിൾ എലമെന്റ് അണ്ടർഗോ ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ സൈമൾട്ടേനിയസ്ലി. ഒരു എലമെന്റിന് തന്നെ സിംഗിൾ എലമെന്റ് അണ്ടർഗോ ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ സൈമൾട്ടേനിയസ്ലി. റിഡോക്സ് എന്ന് പറയുമ്പോൾ എന്താ? സിംഗിൾ എലമെന്റ് ആവണമെന്നില്ല. ഒരെണ്ണത്തിന് ഓക്സിഡേഷൻ നടക്കും, മറ്റേതിന് വരും. ഇത് ഒരു എലമെന്റ്, ആ എലമെന്റ് തന്നെ ഓക്സിഡേഷൻ നടക്കണം, റിഡക്ഷൻ നടക്കണം. എക്സാമ്പിൾ കാണാതെ പഠിച്ചിരിക്കണം. ഞാൻ പറയിപ്പിച്ച എന്തായിരുന്നു? നല്ല ഇടിയിരിക്കും. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ആ ചാപ്റ്ററിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഗീവ് റീസൺ ആയിട്ട് 100% ആൻസർ ഒരു ക്വസ്റ്റൻ എന്ന് പറഞ്ഞ് പഠിപ്പിച്ചേക്കുന്നതാണ്. വിത്ത് എക്സാമ്പിൾ കാണാൻ പഠിച്ചിരിക്കണം എന്ന് പറഞ്ഞു. H2O2 ഗീസ് H2O+ O2. ഇപ്പൊ ഞാൻ ചോദിക്കൂട്ടോ, കറക്റ്റ് ആയിട്ട് അത് കിട്ടണം. H2O2 ഗീസ് H2O+ O2. താഴെ വേറെ കുറെ എക്സാമ്പിൾ ഉണ്ട്. ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ ഇത് ചോദിക്കോട്ടെ. അതിനിപ്പോ എന്തായിരുന്നു? ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ ടേക്ക് പ്ലേസ് ഇൻ എ സിംഗിൾ എലമെന്റ് ഇൻ എ പെർട്ടിക്കുലർ റിയാക്ഷൻ അല്ലെ. ഒരു എലമെന്റ് തന്നെ നടക്കും. H2O2 gives H2O+ O2. കാണാതെ ഈ എക്സാമ്പിൾ നന്നായിട്ട് പഠിച്ചു വെക്കണം കേട്ടോ. കാണാതെ തന്നെ പഠിച്ചു വെക്കണം എന്ന് ഞാൻ പറഞ്ഞിരുന്നു. കറക്റ്റ് ആയിട്ട് കാണാതെ പഠിച്ചു വെക്കാൻ നോക്കുക. ക്ലിയർ ആയിട്ട്. H2O2 ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ്. അതിന്റെ ഡീകമ്പോസിഷൻ നടന്ന് H2O+ O2 ആയിട്ട് അത് മാറും കേട്ടോ. ഓക്കെ, ഒന്ന് ബാലൻസ് ചെയ്യാം. നമുക്ക് ഇത് 2 കൊടുത്തു കഴിയുമ്പോൾ ഇവിടെ വരും, ഇവിടെ 2 കേട്ടോ. ഓർത്ത് നോക്കാം. ദെൻ നെക്സ്റ്റ് നിങ്ങൾക്ക് അറിയാം, ഹൈഡ്രജൻ എഴുതേണ്ട ആവശ്യമില്ല. ഹൈഡ്രജൻ എന്താ? +1 ആണ് ഇവിടെ എല്ലാം അല്ലെ. ഓർത്ത് നോക്കാം. ഇത് -1, ഇത് -2, ഇത് 0 ഉണ്ടോ. ഓർത്ത് നോക്കാം. -1 -2 ആയി. അപ്പൊ എന്താവും? ഇൻക്രീസ് ചെയ്തോ ഡിക്രീസ് ചെയ്തോ? -1 -2 ആയ ഡിക്രീസസ്. അപ്പൊ എന്തായിരിക്കും? റിഡക്ഷൻ. ദെൻ -1 0 ആയി. അപ്പൊ എന്തായിരിക്കും? ഇൻക്രീസ് ചെയ്തു. അപ്പൊ എന്തായിരിക്കും? ഓക്സിഡേഷൻ ഉണ്ടോ. ഓർത്ത് നോക്കാം. അപ്പൊ എന്തായിരുന്നു? സിംഗിൾ എലമെന്റ് അണ്ടർഗോ റിഡക്ഷൻ ആൻഡ് സിംഗിൾ എലമെന്റ് അണ്ടർഗോ ഓക്സിഡേഷൻ ഉണ്ടോ. ഓർത്ത് നോക്കുക. ഇൻ എ പെർട്ടിക്കുലർ റിയാക്ഷൻ ദാറ്റ് ഈസ് നോൺ ആസ് ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞ് ഡെഫിനിഷൻ. പിന്നെ പെർട്ടിക്കുലർ റിയാക്ഷൻ അല്ലേ. എക്സാമ്പിൾ കിട്ടണോട്ടെ. ഞാൻ ചോദിക്കും. അപ്പോൾ എക്സാമ്പിൾ അടക്കം നന്നായിട്ട് പഠിച്ചു നോക്കുക. അത് ഭയങ്കര ചാൻസ് ഉള്ള ക്വസ്റ്റൻ ആണ് ആക്ച്വലി ഈ ചാപ്റ്ററിൽ. അത് കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് ബാലൻസിംഗ് റിഡോക്സ്. ഓർത്തോക്ക്. ഷുവർ ക്വസ്റ്റൻ ആയിട്ട് നിങ്ങൾക്ക് ലാസ്റ്റ് എക്സാമിനൊക്കെ വരാൻ ചാൻസ് ഉള്ളതാണ് ബാലൻസിംഗ് റിഡോക്സ്. ബാലൻസിംഗ് റിഡോക്സിന് ആദ്യത്തെ പഠിച്ചത് ഓക്സിഡേഷൻ നമ്പർ മെത്തേഡ് എന്ന് പറയുന്ന സാധാരണ മെത്തേഡ്. രണ്ടാമത്താണ് ഹാഫ് റിയാക്ഷൻ മെത്തേഡ് ഓർ ഇലക്ട്രോൺ ട്രാൻസ്ഫർ മെത്തേഡ് എന്ന് പറയുന്നത്. ആദ്യത്തിൽ 5 സ്റ്റെപ്പുകളൊക്കെ നമ്മൾ പഠിച്ചു അല്ലെ. റൈറ്റ് സ്കെലറ്റൽ ഇക്വേഷൻ. സെക്കൻഡ് എന്തായിരുന്നു? അസൈൻ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. തേർഡ് increase or decreasing oxidation number and make them equal. Fourth എന്തായിരുന്നു? in acidic medium addition of H+ ion, basic medium OH- അല്ലെ. ഓർത്ത് നോക്കുക. then last എന്തായിരുന്നു? addition of
അപ്രോപ്രിയേറ്റ് നമ്പർ ഓഫ് വാട്ടർ മോളിക്യൂൾ അല്ലെ, പുറത്തു നോക്കുക. അപ്പോൾ അങ്ങനെ വരുന്ന അത് കഴിഞ്ഞിട്ടാണ് ഇതാണ് നമ്മളിപ്പോ ചെയ്തത് അല്ലെ. ഇത് ഡൗട്ട് ഉള്ളതുകൊണ്ട് നമ്മൾ ഇതെല്ലാം 2 ക്വസ്റ്റ്യൻ ചെയ്തു. ഇത് കഴിഞ്ഞിട്ട് എന്തായിരുന്നു ഈ ടോപ്പിക്കില്? ബാറ്ററി ആണ് അല്ലെ. ബാറ്ററിയിൽ ഡാനിയൽ സെൽ വരക്കാൻ പഠിച്ചിരിക്കണം കേട്ടോ, ഓർത്തുക. +2 സെക്കൻഡ് ചാപ്റ്ററിന്റെ പേര് ഇലക്ട്രോ കെമിസ്ട്രി. അത് ഇവിടെ നിന്ന് കണ്ടിന്യൂഷനാ. ആ ടോപ്പിക്കിന്റെ അതേ പേജ് അതുപോലെ തന്നെ എവിടെയുണ്ട്? +2 കേട്ടോ, ഓർത്തുക. അപ്പോൾ അത് ഓർത്തിരിക്കാൻ വേണ്ടി ഒരു ടിപ്പ് പറഞ്ഞു. എന്തായിരുന്നു? ലോൺ എന്ന് പറഞ്ഞേ. ലോൺ ലെഫ്റ്റ് ഓക്സിഡേഷൻ ആനോഡ് നെഗറ്റീവ്. ലോൺ എന്ന് പറഞ്ഞേ. ലെഫ്റ്റ് ഓക്സിഡേഷൻ ആനോഡ് നെഗറ്റീവ്. ബാറ്ററിയിലാണ് ഇത് വരേണ്ടത്. കാരണം നിങ്ങൾ 10th വരെ പഠിച്ച ഇലക്ട്രോളിസിസ് ആണ്, അത് ബാറ്ററി അല്ല അല്ലെ, ഓർത്ത് നോക്കുക. നേരെ തിരിച്ചാണ് ആക്ച്വലി വരുന്നത്. അപ്പോൾ അതും ഇതും തമ്മിൽ മാറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ലോൺ എന്ന് പറയുന്ന ഒരു സംഭവം പറയുന്നത്. ലെഫ്റ്റ് ഓക്സിഡേഷൻ ആനോഡ് നെഗറ്റീവ് അല്ലെ. ഡാനിയൽ സെൽ പിക്ചറൊക്കെ ഓർമ്മയുണ്ടല്ലോ? പിക്ചറൊക്കെ ഓർമ്മയില്ലേ? വരച്ചേക്കുന്നത് അല്ലെ, ഓർത്തു നോക്കുക. ഇതിവിടെ ഒരു അല്ലെ, ആ ട്യൂബിന്റെ പേരെന്താ? യൂട്യൂബിന്റെ പേര് സോൾട്ട് ബ്രിഡ്ജ് അല്ലെ. യു ഷേപ്പ് ആയിട്ടുള്ള ഇതില്. അതിലുള്ള മിക്സർ എന്തായിരുന്നു? അതിന് ഇമ്പോർട്ടൻസ് എന്താ? എന്തായിരുന്നു? സോൾട്ട് ബ്രിഡ്ജിന്റെ ഡെഫിനിഷൻ അല്ലെങ്കിൽ എന്താണ് ചോദിക്കും. സോൾട്ട് ബ്രിഡ്ജ് എന്ന് പറയുമ്പോൾ യു ഷേപ്പ് ട്യൂബ് അല്ലെ, ഓർത്ത് നോക്കുക. ഫസ്റ്റ് അതിന്റെ ഫംഗ്ഷൻ എന്താ? മെയിൻറ്റെയിൻ ഇലക്ട്രോൺ ന്യൂട്രാലിറ്റി. മെയിൻറ്റെയിൻ ഇലക്ട്രോൺ ന്യൂട്രാലിറ്റി അല്ലെ. 2 സ്ഥലത്തും ഇലക്ട്രോണിന്റെ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം. രണ്ടാമത് എന്തായിരുന്നു ആക്ച്വലി വരുന്നത്? ട്രാൻസ്ഫർ ഓഫ് അയോൺ. എന്ത് ചെയ്യും? അയോണുകൾ തമ്മിൽ എന്ത് ചെയ്യും? ട്രാൻസ്ഫർ ചെയ്യും. ഇത് 2 മെയിൻ ഫംഗ്ഷൻ ആയിട്ട് വരുന്നത്. ദെൻ അതിൽ എന്തൊക്കെയാ മിക്സ് ചെയ്ത് വെക്കാറ്? അഗാർ അല്ലെ. അഗാറിന്റെ സൊല്യൂഷനിൽ ഇതിനകത്ത് ഫില്ല് ചെയ്ത് വെക്കും കേട്ടോ, ഓർത്ത് വെക്കാം. ഇനി ഇതാണ് ഞാൻ പറഞ്ഞ ലെഫ്റ്റ്. ഈ ലെഫ്റ്റില് എന്താ നടക്കുക? ഓക്സിഡേഷൻ. ഓക്സിഡേഷൻ എന്തായിരിക്കും? ആനോഡ്. അപ്പൊ ഇതെന്താ? ആനോഡ് കേട്ടോ, ഓർത്ത് വെക്കുക. ദെൻ ഇതിന്റെ ചാർജ് എന്തായിരുന്നു? നെഗറ്റീവ് കേട്ടോ, ഓർത്ത് വെക്കുക. ദെൻ ഇതെന്തായിരിക്കും? കാഥോഡ് അല്ലെ. കാഥോഡിന്റെ ചാർജ് പറഞ്ഞേ. ഓപ്പോസിറ്റ് ആയിട്ട് പറയണോ അല്ലെ, പോസിറ്റീവ്. ഇനി ഇവിടെ ഈ എലമെന്റ് എന്തായിരുന്നു ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും? സിങ്ക്. ഇതിലുള്ള ഇതെന്തായിരുന്നു? ZnSO4. ഇതെന്തായിരുന്നു? Cu. ഇതെന്തായിരുന്നു? CuSO4. ഇനി പറയേ, ഇവിടെ ഓക്സിഡേഷൻ എങ്ങനെയാ നടക്കുന്നത്? Zn gives എന്ത് വരും? Zn2+ 2 ഇലക്ട്രോൺ. ഓർത്ത് നോക്കുക. ഇത് 0 അല്ലേ, 2 ആയില്ലേ. അപ്പൊ എന്താ ഡിഫറൻസ്? ഓക്സിഡേഷൻ. ഇൻക്രീസ് ചെയ്തില്ലേ ഓക്സിഡേഷൻ നമ്പർ, അല്ലെങ്കിൽ ലോസ് ഓഫ് ഇലക്ട്രോൺ എന്താ? ഓക്സിഡേഷൻ. ദെൻ ഇവിടെ നോക്കിയേ, Cu2+ 2 ഇലക്ട്രോൺ ഗീവ്സ് എന്ത് വരും? Cu. ഓർത്ത് നോക്കുക. അപ്പൊ Cu2+ പോയി Cu ആയി അല്ലെ, ഓർത്ത് നോക്കുക. അപ്പൊ എന്തായിരിക്കും? ഓക്സിഡേഷൻ നമ്പർ ഡിക്രീസ് ചെയ്തു. ഡിക്രീസ് ചെയ്ത റിഡക്ഷൻ. ഡിക്രീസ് ചെയ്ത റിഡക്ഷൻ. ഇനി ഇവിടെ സംഭവിക്കുന്ന കാര്യം, ഈ റോഡ് ഉണ്ടോ? ഈ റോഡ് ഇതിലേക്ക് ഡിസോൾവ് ചെയ്തുകൊണ്ടിരിക്കും. ഉണ്ടോ? ബാറ്ററി, നമ്മുടെ കയ്യിലിരിക്കുന്ന ബാറ്ററി വർക്ക് ചെയ്യുമ്പോൾ അതിൽ ആര് ഡിസോൾവ് ചെയ്യും? ആനോഡ്. ആനോഡ് ഇങ്ങനെ തീർന്നുകൊണ്ടിരിക്കുക അല്ലെ. റിമോട്ടിൽ ഇങ്ങനെ ഓരോ പ്രാവശ്യം അമർത്തുമ്പോഴും പാവം ആനോഡ് ഇങ്ങനെ ഇലക്ട്രോൺ പ്ലഗ് എന്ന് പറഞ്ഞു പോയി എന്ത് ചെയ്യും? മനസ്സിലായി? ആനോഡ് ചെറുതായിക്കൊണ്ടിരിക്കും. ഈ ലിക്വിഡിലേക്ക് ഡിസോൾവ് ചെയ്യും. മനസ്സിലായി? പുറത്തൊക്കെ ഓരോ പ്രാവശ്യം നമ്മൾ അല്ലെ റിമോട്ടിൽ ഇങ്ങനെ അമർത്തുമ്പോൾ ഇലക്ട്രോൺ ഡിം എന്ന് പറഞ്ഞ് ഇതിലേക്ക് വീഴും. അപ്പൊ ഇവിടെ എന്ത് ചെയ്യും? ഇവിടെ നിന്ന് ഇലക്ട്രോൺ ഇങ്ങനെ പോയി അല്ലെ, ഓർത്ത് നോക്കുക. ഇങ്ങനെ പോയി എവിടെ ചെല്ലും? കാഥോഡിൽ ചെല്ലും. കോപ്പറിന്റെ അടുത്ത് ചെല്ലും. കോപ്പർ പറയും എനിക്ക് വേണ്ടെന്ന് പറയും. മനസ്സിലായി? കോപ്പർ പറയും എനിക്ക് വേണ്ട. അപ്പൊ ഈ കോപ്പർ സൾഫേറ്റ് കണ്ടോ, അതിൽ Cu2+ SO4 2- ഈ Cu2+ ഇലക്ട്രോൺ അങ്ങ് വാങ്ങിച്ചിട്ട് ഈ റോഡിൽ വന്ന് ഡെപ്പോസിറ്റ് ചെയ്യും. അപ്പൊ ഈ റോഡ് വലുതായിക്കൊണ്ടിരിക്കും. അപ്പൊ കാഥോഡ് ബിഗർ ആയിക്കൊണ്ടിരിക്കും, ആനോഡ് ചെറുതായിക്കൊണ്ടിരിക്കും. കുറച്ച് നാൾ കഴിയുമ്പോൾ അല്ലെ ഈ പാവം ആനോഡ് എന്ത് ചെയ്യും? പറഞ്ഞ് തീർന്നു പോകും. അപ്പൊ ബാറ്ററി എടുത്ത് എറിഞ്ഞ് കളയും അല്ലെ. കാഥോഡ് ഫുൾ ഡെപ്പോസിഷൻ വരും. ഓക്കെ, ഇതാണ് അവിടെ നടക്കുന്ന റിയാക്ഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ വിഷമിക്കേണ്ട, എല്ലാ ബാറ്ററിയും എവിടെ പഠിക്കാനുണ്ട്? +2 ഇവിടെ ഓർത്ത് നോക്കാം. നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന റിമോട്ടിലൊക്കെ ഉപയോഗിക്കുന്ന ആ ബാറ്ററി അല്ലെ, ആ ബാറ്ററിയുടെ പേരെന്താ? ആ ബാറ്ററി പേരറിയില്ലേ? റിമോട്ടിൽ ഉപയോഗിക്കുന്ന ബാറ്ററി സെൽ. അതിന്റെ ശരിക്കുള്ള പേരെന്താ? ഡ്രൈ സെൽ. എന്തായിരുന്നു? ഡ്രൈ സെൽ. വേറെ പേരുണ്ട് കേട്ടോ, അതാണ് ശരിക്കുള്ളത്. ലെക്ലാഞ്ചൽ സെൽ. ലെക്ലാഞ്ചൽ സെൽ കേട്ടോ, ഓർത്ത് നോക്കുക. കടയിൽ പോയി അങ്ങനെ ചോദിച്ചു നോക്കുക, ഒരു തല്ലും പിടിച്ച് കേട്ടോ, ഓർത്ത് നോക്കുക. ലെക്ലാഞ്ചൽ സെൽ എന്നാണ് കേട്ടോ, ഓർത്ത് നോക്കുക. അപ്പോൾ അത് നമുക്ക് +2 പഠിക്കാനുണ്ട് കേട്ടോ. ഇതൊക്കെ ഡ്രൈ സെൽ ആൻഡ് ലെക്ലാഞ്ചൽ സെൽ. അതിന്റെ ആനോഡ്, കാഥോഡ്, ദെൻ ഇലക്ട്രോലൈറ്റ്. അതിന്റെ ഇതുപോലത്തെ വലിയ ഇക്വേഷൻ ഉണ്ട് കേട്ടോ. ഇതുപോലത്തെ കുഞ്ഞൊന്നുമല്ല, വമ്പൻ ഇക്വേഷൻ ഉണ്ട്. അതൊക്കെ നമുക്ക് +2 പഠിക്കാനുണ്ട്. അത് കഴിഞ്ഞാൽ അടുത്ത ബാറ്ററി എന്ന് പറയുന്നത് നമ്മൾ വാച്ചുകളിൽ ഉപയോഗിക്കുന്ന ബാറ്ററി അല്ലെ, ആ കുഞ്ഞു ബാറ്ററി. അതിന്റെ പേരെന്താ? എന്താ? പിന്നെ അത് ഫോണിൽ ഉപയോഗിക്കുന്ന പുതിയ ബാറ്ററി ഇപ്പൊ ഉണ്ടായിട്ടുള്ളൂ. നിയോഡിയം ബാറ്ററി ആണോ? അത് നിയോഡിയം എന്തായിരുന്നു സംഭവം?
മാഗ്നറ്റ് ആണ് ആക്ച്വലി, ഏറ്റവും സ്ട്രോങ് മാഗ്നറ്റ് ആണ് കേട്ടോ. കുഞ്ഞ് ബാറ്ററി, നിയോഡിയം പോലെ ഇരിക്കുന്നുണ്ട് അല്ലേ, ഓർത്ത് നോക്കാം. നിയോഡിയം അങ്ങനത്തെ സാധനം കിട്ടും, മാഗ്നറ്റ് കിട്ടും. ആ മാഗ്നറ്റിലാണ് മെയിൻ ആയിട്ട് വരുന്നത് കേട്ടോ, ഓർത്ത് നോക്കാം. ഇതിലുപയോഗിക്കുന്ന മെർക്കുറി ബാറ്ററി ഓർ ബട്ടൺ സെൽ എന്നാണ് നമ്മൾ കോമൺ പറയാം. മെർക്കുറി HgO ആണ് ആക്ച്വലി അതിൻ്റെ അകത്ത് വരുന്ന കമ്പോണന്റ് വരുന്നത്. അതിന്റെ ഇക്വേഷൻ ഉണ്ട്. ദെൻ നമുക്ക് റീചാർജ് ചെയ്യുന്ന ബാറ്ററി ഉണ്ട് അടുത്ത വർഷം, ലെഡ് സ്റ്റോറേജ് ബാറ്ററി ആൻഡ് നിക്കൽ കാഡ്മിയം ബാറ്ററി എന്ന് പറയുന്നത്. അത് റീചാർജബിൾ ബാറ്ററി ആണ്. ഫ്യൂൽ സെൽ സ്പേസ് റിസർച്ച് പ്രോഗ്രാമില്ലേ, അപ്പോളോ സ്പേസ്, അതിലൊക്കെ ഉണ്ടായിരുന്നതാണ്. അതൊക്കെ അടുത്ത വർഷം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ഇത് നന്നായിട്ട് കറക്റ്റ് ആയിട്ട് കിട്ടിയിരിക്കണം കേട്ടോ, ഓർത്ത് നോക്കാം. ഇത് അതോടുകൂടി എന്ത് തീരെയാണ്, റിഡോക്സ് തീരാണ്. വീട്ടിൽ പോയിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, റിഡോക്സിന് വേണ്ടി അല്ലെങ്കിൽ ഈ ചാപ്റ്ററിന് വേണ്ടി ഇങ്ങനെ വെറുതെ വായിച്ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. 15-20 മിനിറ്റ് കറക്റ്റ് ആണോ ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യുക, ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യനിൽ എഴുതുമ്പോൾ ഇതിൽ മെയിൻ ആയിട്ട് എത്ര ടൈപ്പ് ഉണ്ട്, 3 ടൈപ്പ് ക്വസ്റ്റ്യൻസുകളേ ഉള്ളൂ ഇതിനകത്ത്. ഒന്ന്, നിങ്ങൾക്ക് എക്സിറ്റ് കണ്ടെത്തുന്ന ആദ്യത്തെ ടൈപ്പ് എന്തായിരുന്നു, അത് ഓർമ്മയുണ്ടോ? K2 CR2 O7 അണ്ടർലൈൻ ചെയ്യും അല്ലേ, അണ്ടർലൈൻ ചെയ്യും. ഓക്സിഡേഷൻ നമ്പർ ഫൈൻഡ് ചെയ്യണം, അതിപ്പോ ചെയ്തതല്ലേ. എങ്ങനെ കണ്ടെത്തും, 2x അല്ലേ. ഈ CR2ന് 2x ഇട്ടു. K2 എന്ന് പറയുമ്പോൾ എന്താ, 1 × 2 പ്ലസ് എന്തായിരുന്നു, -2 × 7 = 0 അല്ലേ. ഇവിടെ ചാർജ് ഉണ്ടെങ്കിൽ ഇടും അല്ലേ. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് -14 വരുമ്പോൾ 12 6 കിട്ടും കണ്ടോ, x = 6. അങ്ങനെ ചെയ്യുന്ന ടൈപ്പ് ആദ്യത്തെ ഒരെണ്ണം ഉണ്ടാവും. പിന്നെ എന്ത് ചെയ്യും, ഒരു ഇക്വേഷൻ തരും, എന്നിട്ട് അത് എന്താണ്, ഓക്സിഡേഷൻ ഓർ റിഡക്ഷൻ ഫൈൻഡ് ചെയ്യുക എന്നുള്ള രീതിയിൽ വരും. ഇനി തേർഡ് ടൈപ്പ് ആയിട്ട് വരുന്ന ടൈപ്പാണ് ബാലൻസിങ് എന്ന് പറയുന്ന ഏരിയ. ബാലൻസിങ് എന്ന് പറയുന്നത് ഈ 3 ടൈപ്പാണ് ഈ ചാപ്റ്ററിൽ ഏറ്റവും കൂടുതൽ വരുന്നത്. അപ്പോൾ ഒന്നല്ലെങ്കിൽ ബാലൻസിങ്, അല്ലെങ്കിൽ ഒരു ഗിവൺ ഇക്വേഷൻ തന്നിട്ട് ചോദിക്കും. ഇനി അടുത്തത് ചോദിക്കാവുന്ന ഒരു ടൈപ്പ് എന്ന് പറയുന്നത് വേർഡിംഗ് ക്വസ്റ്റ്യൻ. അതിൽ എന്ത് വരും, ഈ ബാറ്ററി വരും. ദെൻ നേരത്തെ കണ്ട ഡിസ്പ്രൊപ്പോർഷനേഷൻ റിയാക്ഷൻ വരും. അത്രേ ഉള്ളൂ, ആ ചാപ്റ്റർ അങ്ങ് തീരും കേട്ടോ, ഓർത്ത് വെക്കുക. ഇനി നമുക്ക് 2 കൂടിയുണ്ട്. അതിൽ തെർമോഡൈനാമിക്സ് ആണ് ഇപ്പൊ ഇനി നോക്കാൻ പോകുന്നത്. അത് കഴിഞ്ഞ് ഇക്വിലിബ്രിയം അല്ലെ, ഓർത്ത് വെക്കാം. അതിനു മുമ്പ് ജനറൽ ആയിട്ടുള്ളത് നോക്കാം. തെർമോഡൈനാമിക്സും ഇക്വിലിബ്രിയവും ടോട്ടൽ ആയിട്ട് എന്തൊക്കെയുണ്ട്. തെർമോഡൈനാമിക്സിൽ ആദ്യം മുതൽ അവസാനം വരെ പെട്ടെന്ന് നോക്കുക. 2 ക്വസ്റ്റ്യൻസ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേഗം സെലക്ട് ചെയ്ത് പറഞ്ഞു പോവുക കേട്ടോ, ഓർത്ത് നോക്കുക. തെർമോഡൈനാമിക്സിൽ ഇക്വേഷൻ അൾട്രാ ക്ലിയർ ആയിരിക്കണം, അന്ന് പഠിപ്പിച്ചതാണ്, കിട്ടുമോ? ഫസ്റ്റ് ചാപ്റ്റർ തുറക്കുമ്പോൾ തന്നെ എന്താണ്, സിസ്റ്റം ഉണ്ട് അല്ലെ. ഏതൊക്കെ സിസ്റ്റം, ഓപ്പൺ സിസ്റ്റം, ക്ലോസ്ഡ് സിസ്റ്റം, ഐസൊലേറ്റഡ് സിസ്റ്റം. ക്വസ്റ്റ്യൻ ഇതാണ് കേട്ടോ, ഓർത്ത് നോക്കുക. അവിടെ നമ്മൾ അല്ലെ സിസ്റ്റം ആൻഡ് സറൗണ്ടിങ് എന്ന് പറയുന്ന ടേം ഉണ്ട് അല്ലെ. എനർജി എക്സ്ചേഞ്ച് ടു അല്ലെ, സിസ്റ്റം ടു സറൗണ്ടിങ് ആൻഡ് സറൗണ്ടിങ് ടു സിസ്റ്റം, അത് പറയുന്ന ആ സിസ്റ്റം. ആ 3 ഓർത്ത് നോക്കുക. ദെൻ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് അതിൽ വരുന്നതാണ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. എന്തായിരുന്നു പറഞ്ഞു, നിങ്ങൾ 2 പേരും കൂടിയാണ് പറഞ്ഞു. ഹീറ്റ് എനർജി ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. അത് മാത്രമേ എഴുതുള്ളൂ. എന്നിട്ട് അതിന് ഇക്വേഷൻ എഴുതണം, ഡെൽറ്റ U = Q + W. ഇനി എന്താണ് അതിന്റെ മാത്തമാറ്റിക്കൽ ആയിട്ട് എന്തായിരുന്നു പറഞ്ഞ, എനർജി ഓഫ് ആൻ ഐസൊലേറ്റഡ് സിസ്റ്റം കോൺസ്റ്റന്റ്. അതും കൂടി പറയണം കേട്ടോ, എങ്കിലേ നിങ്ങൾക്ക് സാധാരണ രീതിയിൽ മാർക്ക് തരാറുള്ളൂ. ചില പാവം ടീച്ചർമാരൊക്കെ ആണെങ്കിൽ മാർക്ക് തരുമായിരിക്കും. പക്ഷെ ഇത് 3 എഴുതി കഴിഞ്ഞാലേ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിന് മാർക്ക് കൊടുക്കാനായിട്ട് പാടുള്ളൂ. ഇനി സെക്കൻഡ് ലോ ഉണ്ട്, തേർഡ് ലോ ഉണ്ട്. ഈ 3 ലോസ് അപ്പോൾ കിട്ടുമെന്ന് സെൽഫായിട്ട് ചെക്ക് ചെയ്യാം. ആദ്യത്തെ രീതിയിൽ ഏറ്റവും ലാസ്റ്റ് ആണ് തേർഡ് ലോ വരുന്നത് കേട്ടോ, ഓർത്ത് നോക്കുക. ക്രിസ്റ്റലൈൻ സബ്സ്റ്റൻസിന് എന്തായിരിക്കും, 0 എന്ന് പറയുന്ന ഒരു അബ്സല്യൂട്ട് 0 എന്ന് പറയുന്നത് കേട്ടോ, ഓർത്ത് നോക്കുക. ക്രിസ്റ്റലൈൻ സബ്സ്റ്റൻസിന് അബ്സല്യൂട്ട് 0 എന്ന് പറയുന്നത്. അപ്പോൾ 3 ലോ എനിക്ക് കിട്ടുമോ, അതാണ് അതിൽ ആദ്യം ചെക്ക് ചെയ്യേണ്ടത്. ദെൻ നെക്സ്റ്റ് നമ്മൾ W = എന്തായിരുന്നു, W = -P∆V അല്ലെ. W = -P∆V എന്നും കൂടി പഠിക്കും. പറയേ, ഡെറിവേഷൻ. ഒരു സിലിണ്ടർ ഒക്കെ തന്നിട്ട് ഡെറിവേഷൻ പഠിച്ചില്ലേ, എന്റെ ചോദിക്കും. ഡിറൈവ് കേട്ടോ, വർക്ക് എന്ന് പറഞ്ഞിട്ട് ചോദിക്കും. അപ്പോൾ ആ രീതിയിൽ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഡെറിവേഷൻ ചോദിക്കും. ഇത് കെമിസ്ട്രി ആയതുകൊണ്ട് ഡെറിവേഷൻ അത്ര ഇമ്പോർട്ടന്റ് അല്ല. പക്ഷേ നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ തെർമോഡൈനാമിക്സിൽ നിന്നാണ് ഡെറിവേഷൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള ഏക ചാപ്റ്റർ. അതുകൊണ്ട് ഓർത്ത് നോക്കുക. കാരണം ഇത് ഫിസിക്സിലും ഉണ്ട്, നിങ്ങൾക്ക് അറിയാവുന്നതാണ് അല്ലെ. ചെറിയൊരു വ്യത്യാസപ്പെടുത്തി അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഡെറിവേഷൻ ഒക്കെ നിങ്ങൾ എഴുതും. അത് കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ഏരിയ അവിടെ കണ്ടീഷൻ ബേസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഇതിൽ ചാലഞ്ച് ആണ് ആക്ച്വലി. ഫ്രീ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഏതൊക്കെ ആയിട്ട് വരും ഫ്രീ എക്സ്പാൻഷനിൽ. ഡെൽറ്റ U = ആദ്യ ഇക്വേഷൻ എന്താ, Q + W അല്ലെ. ഫസ്റ്റ് ഇക്വേഷൻ W = -P∆V. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ഉണ്ട്, അത് നമ്മൾ ചെയ്തിട്ടുണ്ട്, നോട്ടിൽ എഴുതിയേക്കുന്നത് കറക്റ്റ് ആയിട്ട് ഓർത്ത് നോക്കുക. ഫ്രീ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞ പ്രഷർ എന്തായി പോവും, പ്രഷർ വെരി ഗുഡ് 0. പ്രഷർ 0 ആയ W എന്താവും, 0. അപ്പോ ഡെൽറ്റ U = Q. അപ്പൊ ഫ്രീ എക്സ്പാൻഷനിൽ ഡെൽറ്റ U = എന്താവും, Q ആകും.
അത് കറക്റ്റ് ആയിട്ട് കിട്ടണം കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പോൾ അങ്ങനെ കറക്റ്റ് ആയിട്ട് ഓരോന്നും അവിടെ കോൺസ്റ്റന്റ് വോളിയം എന്ന് കൊടുത്തേക്കണം കേട്ടോ, ഓർത്ത് നോക്കാം. അങ്ങനെ കറക്റ്റ് ആയിട്ട് കിട്ടണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ പഠിക്കുന്ന തേർഡ് ഇക്വേഷൻ എന്തായിരുന്നു ഈ ചാപ്റ്ററിൽ? എൻതാൽപ്പി. എൻതാൽപ്പിയുടെ ഇക്വേഷൻ പറഞ്ഞോ, എത്ര പറയുന്നു? ഹലോ ചോട്ട് പറ, ഒന്ന് പറഞ്ഞല്ലേ. എൻതാൽപ്പിയുടെ ഇക്വേഷൻ ഡെൽറ്റ എച്ച് ഈക്വൽ ടു ചേഞ്ച് ഇൻ എൻതാൽപ്പി, ഡെൽറ്റ എച്ച് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി. ഓർത്ത് നോക്കുക, ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി. ഓർത്ത് നോക്കുക. നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് 3 ചാപ്റ്റർ ആണെങ്കിൽ ആ 3 ചാപ്റ്റർ ബേസിക് കണ്ടന്റ് റിപ്പീറ്റ് ചെയ്ത് ഒരു 10-20 പ്രാവശ്യം എന്ത് ചെയ്യുക, ടൈം വെച്ചിട്ട് ചാടി നടന്ന് വായിക്കുക. അപ്പോൾ കിട്ടും. അല്ലാതെ നമുക്കൊരു പി ഡെൽറ്റ വി കിട്ടി, അടുത്ത് കിട്ടി, അങ്ങനെ ആവരുത് കേട്ടോ, ഓർത്ത് നോക്കുക. നിങ്ങൾ ഭയങ്കര അഗ്രസീവായിട്ട് പഠിക്കുക, എങ്കിലേ രസം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ നാളെ എക്സാം ആണ്, ഇന്നിരുന്ന് ഇങ്ങനെ പി ഡെൽറ്റ ഇത് കിട്ടിയത് മനസ്സിലായി, അങ്ങനെ ആ മനസ്സിലാവുന്ന പരിപാടി ഇല്ല. നമ്മൾ അതാണ് ഒരുമിച്ച് എഴുതി വെച്ചിട്ടില്ലേ, ഓർമ്മയില്ലേ? അന്ന് നമ്മൾ ഒരുമിച്ച് എഴുതി വെച്ചിട്ടുണ്ട്. ആ ഇക്വേഷൻസ് എല്ലാം ഞാൻ ഒന്നുകൂടി എഴുതാം, അത്രേ ഉള്ളൂ. കാരണം നമുക്ക് സമയം പോയി, ഇന്നൊക്കെ കുറെ ക്വസ്റ്റ്യൻസ് ചെയ്യാം. ക്വസ്റ്റ്യൻസ് നിങ്ങളിങ്ങനെ ഞാൻ ചെയ്യും, ഒബ്സർവ് ചെയ്തിട്ട് ഒരു കാര്യമില്ല, മാർക്ക് ആവില്ല നമുക്കത് കേട്ടോ, ഓർത്ത് നോക്കാം. പെട്ടെന്ന് എല്ലാ ഇക്വേഷനും കിട്ടണം. അടുത്ത ഇക്വേഷൻ എന്തായിരുന്നു? ഡെൽറ്റ എച്ച് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ എൻ ജി ആർ ടി. നിങ്ങൾ നോക്കി അറിയാം ഇതുപോലെ എത്ര പ്രാവശ്യം ഞാൻ എഴുതിയിട്ടുണ്ടെന്ന് കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പൊ നിങ്ങൾ വീട്ടിൽ പോയിട്ട് ഒന്ന് എഴുതണം. ഞാൻ മിനിമം 5 പ്രാവശ്യം എഴുതിയിട്ടുണ്ടാവും. ഈ ചാപ്റ്റർ എടുക്കുന്ന സമയത്തൊക്കെ ഇക്വേഷൻ ഇടക്കിടക്ക് റിപ്പീറ്റ് ചെയ്യും. അപ്പൊ നമുക്ക് കിട്ടണം കേട്ടോ, ഓർത്ത് നോക്കാം. ദെൻ ഫിഫ്ത്ത് എന്തായിരുന്നു ആക്ച്വലി? ഇപ്പൊ ഡെൽറ്റ എച്ചിന്റെ കഴിഞ്ഞു. ഇതിന്റെ ഇടയിൽ കുറെ ഡെറിവേഷൻ ഉണ്ട്. ഡെൽറ്റ എച്ച് ആണ് ഈ ചാപ്റ്ററിന്റെ ഹീറോ എന്ന് പറയും. ഒരു ചാപ്റ്ററിൽ ഒരാളുണ്ടാവും, ആ ഹീറോ ആണ് എൻതാൽപ്പി എന്ന് പറയുന്നത്. കാരണം അത് കഴിഞ്ഞു കഴിഞ്ഞാല് എൻതാൽപ്പി ഓഫ് വേപ്പറൈസേഷൻ, എൻതാൽപ്പി ഓഫ് സബ്ലിമേഷൻ, എൻതാൽപ്പി ഓഫ് എന്തൊക്കെയുണ്ട്? ഫോർമേഷൻ, പിന്നെന്താ കമ്പഷൻ ഉണ്ടോ? അങ്ങനെ എല്ലായിടത്തും എൻതാൽപ്പി വെച്ചിട്ട് വരും. എല്ലാത്തിനും ബേസിക് സ്ട്രക്ചർ എന്താ? ബേസിക് സ്ട്രക്ചർ എൻതാൽപ്പി ഓഫ് വേപ്പറൈസേഷൻ എന്തായിരുന്നു? എപ്പോഴും നമുക്ക് ബേസിക് സ്ട്രക്ചറിൽ 2 ആൾക്കാർ അവിടെ സെയിം ആയിരിക്കും. എന്തായിരുന്നു? ഇപ്പൊ എൻതാൽപ്പി ഓഫ് വേപ്പറൈസേഷൻ എന്ന് പറയുമ്പോൾ ദ എമൗണ്ട് ഓഫ് എനർജി റിക്വയർഡ് ടു 1 മോൾ. അതാണ് ആദ്യത്തെ ഇത്. 1 മോൾ പേപ്പർ ആണ്. അപ്പൊ എന്തായിരിക്കും? 1 മോൾ വാട്ടറിന് പകരം ലിക്വിഡ് ടു ഗ്യാസ്. The amount of energy required to, like, the amount of energy required to 1 mole, അല്ലെ? 1 mole എന്തായിരിക്കും? ലിക്വിഡ് ടു ഗ്യാസ്. അതിനെയായിരിക്കും എന്ത് വിളിക്കുന്നത്? എൻതാൽപ്പി ഓഫ് വേപ്പറൈസേഷൻ എന്ന് പറയുന്നത്. ദെൻ അങ്ങനെ വരുന്ന എല്ലാത്തിനും എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഫോമിംഗ് ഓഫ് 1 mole സബ്സ്റ്റൻസ്. കണ്ടോ, ഓർത്ത് നോക്കാം. ഫോമിംഗ് ഓഫ് 1 mole സബ്സ്റ്റൻസ്. അപ്പോൾ അങ്ങനെ വരുന്ന ആ പറയുന്ന ഇത് കറക്റ്റ് ആയിട്ട് ക്ലിയർ ചെയ്ത് ഓർത്ത് വെക്കുക. ഡെഫിനിഷൻസ് പഠിക്കുക. അതിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എസ് എസ് ലോ കിട്ടിയിരിക്കണം. എന്തായിരുന്നു എസ് എസ് ലോ? അതിനുമുമ്പ് ഈ ഇക്വേഷൻസ് ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഡെൽറ്റ എച്ച് ഈസ് ഈക്വൽ ടു ക്യൂ റിവേഴ്സ് ഡിവൈഡ് ബൈ ടി ഓർ ഡെൽറ്റ എച്ച് ഡിവൈഡഡ് ബൈ ടി. Then 6th equation എന്തായിരുന്നു? ഡെൽറ്റ ജി ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ്. ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ്. Then next 7th equation. സെവൻത്ത് എന്ന് പറയുന്ന സമയത്ത് ഒരു കാര്യം കൂടി പറയാം. എന്തായിരുന്നു? സി പി മൈനസ് സി വി ഈക്വൽ ടു ആർ. അപ്പോൾ ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻസ്, ഇത് എല്ലാവരും കവർ ചെയ്യുന്നതല്ല, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഇക്വേഷൻ അൾട്രാ ക്ലിയർ ആയിട്ട് ഫാസ്റ്റ് ആക്കുക. ദെൻ ഇതിന്റെ എല്ലാത്തിനും ഒരു ക്വസ്റ്റനെങ്കിലും നിങ്ങൾക്ക് പെട്ടെന്ന് ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. അല്ലാതെ നിങ്ങൾക്ക് കുഞ്ഞു ക്ലാസ്സിൽ വരുന്ന പോലെ ക്യൂ റിവേഴ്സ്, അത് ക്യൂ എന്ന് പറഞ്ഞാൽ ഹീറ്റ് കണ്ടന്റ് ആണ് കേട്ടോ. അപ്പോൾ ഹീറ്റ് കണ്ടന്റ് എന്ന് പറഞ്ഞൊരു വാല്യൂ അവർ തരൂല. നമ്മൾ എങ്ങനെയൊക്കെ പറ്റിക്കാൻ പറ്റാവുന്നോ അല്ലെ? ഫ്ലാസ്കിന്റെ ഒക്കെ കഥ പറഞ്ഞ ഓർമ്മയുണ്ടോ? നമ്മൾ ഇതിൽ ഒരു ഫ്ലാസ്ക് അടച്ചു വെച്ചിട്ട് 3-4 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ചൂട് പോകും. അപ്പോൾ വാട്ട് ഇസ് ദ റീസൺ എന്ന് പറയുമ്പോൾ എന്തായിരുന്നു? എന്തായിരിക്കും അത്? ഇത് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യണം. അവൻ പറഞ്ഞ കറക്റ്റാ, അരി പറഞ്ഞ കറക്റ്റാ കൺസെപ്റ്റ്. ഒരു ഫ്ലാസ്കിൽ നമ്മൾ ഇത് അടച്ചു വെച്ച് കഴിയുമ്പോൾ അല്ലെ, നമ്മൾ പറഞ്ഞേക്കുന്നത് എന്തായിരുന്നു? ഐസൊലേറ്റഡ് സിസ്റ്റം ആണ് ഫ്ലാസ്ക്. അതിൽ നിന്ന് ഹീറ്റ് പുറത്തോട്ട് പോകുന്നില്ല, അകത്തോട്ടും വരുന്നില്ല അല്ലേ? പക്ഷെ എന്തായിരുന്നു? നമുക്കറിയാം ഫ്ലാസ്കിൽ ചൂടുവെള്ളം വെച്ച് കഴിഞ്ഞാൽ ഒരു 3 ദിവസം അല്ലേ, ഒരു ദിവസം നിൽക്കുള്ളൂ. 8 മണിക്കൂർ കഴിഞ്ഞാൽ ചൂട് പോയി തുടങ്ങും. ഒരു 2 ദിവസമാണെങ്കിൽ അതിൽ ഒട്ടും ചൂടുണ്ടാവില്ല. വാട്ട് ഇസ് റീസൺ? എൻതാൽപ്പി ഓഫ് ഐസൊലേറ്റഡ് സിസ്റ്റം കോൺസ്റ്റന്റ് എന്നാ പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന
അപ്പൊ നമ്മൾ പറയുന്നത് എന്തായിരുന്നു ആക്ച്വലി അല്ലെ? അന്ന് കുറെ കഥയൊക്കെ പറഞ്ഞിട്ടാ പറഞ്ഞേ. അതിലെ വാട്ടർ മോളിക്കൂൾ എന്ത് ചെയ്യും? മോളിൽ പോയിട്ട് ഇടിക്കും, എന്നിട്ട് എന്ത് ചെയ്യും? താഴേക്ക് വരും. അപ്പൊ ദേ ഇവിടെ എന്താവും? W work done by the system and എന്തൊക്കെ സിസ്റ്റം ഉണ്ട്? ഓൺ ദ സിസ്റ്റം. ബൈ ദ സിസ്റ്റം ആണെങ്കിൽ എന്താവും? നെഗറ്റീവ്. വാട്ടർ മോളിക്കൂൾ വർക്ക് ചെയ്യുമ്പോൾ അത് ബൈ ദ സിസ്റ്റം ആണ്. അപ്പൊ W എന്താവും? നെഗറ്റീവ് ആവും. W നെഗറ്റീവ് ആവുമ്പോൾ ഓരോ ടൈം കഴിയുമ്പോഴും നെഗറ്റീവ് ആവുമ്പോൾ Q ഹീറ്റ് എനർജി ഉണ്ടല്ലേ, അത് കുറഞ്ഞുകൊണ്ടിരിക്കും. ബട്ട് Q 10 ആണ്. W ആദ്യം എന്ത് ചെയ്യും? കുറച്ച് ചെയ്യുമ്പോൾ -1 -2 കുറച്ച് ചെയ്യുമ്പോൾ -10 ആവും. എന്താവും? 0. അപ്പോ ആ ഇന്റേണൽ എനർജി ഡെൽറ്റ യു എന്ന് പറഞ്ഞാൽ എന്താ? ഇന്റേണൽ എനർജി 0 ആയി പോകും. കേട്ടോ, ഓർത്ത് നോക്കാം. എന്താ ചോദിച്ചിട്ടോ? അതാണ് പ്രശ്നം. അതാണ് പറഞ്ഞത്, ഒന്നും പറഞ്ഞു തരൂല. അപ്പൊ എന്തുകൊണ്ടായിരിക്കും ബൈ ദ സിസ്റ്റം? ഒന്ന് ഫ്ലാസ്കിനകത്ത് വാട്ടർ മോളിക്കൂൾ അനങ്ങാതിരിക്കോ? ഇല്ല അല്ലെ? ആ വാട്ടർ മോളിക്കൂൾ വർക്ക് ചെയ്താൽ ബൈ ദ സിസ്റ്റം. ഓൺ ദ സിസ്റ്റം എന്ന് പറഞ്ഞാൽ അതിന്റെ മുകളിൽ വർക്ക് ചെയ്യണം. ഒരു എക്സാമ്പിൾ പറയാം. വെള്ളം ഒരു ഗ്ലാസ്സിൽ ഇരിക്കുന്നു, വാട്ടർ അനങ്ങാതിരിക്കുകയല്ലേ. ഞാൻ ഒരു സ്പൂൺ എടുത്തിട്ട് മിക്സ് ചെയ്തു എന്ന് കരുതാം. സ്പൂൺ എടുത്തിട്ട് ഞാൻ മിക്സ് ചെയ്യാണ്. അത് ഓൺ ദ സിസ്റ്റം ആണോ ബൈ ദ സിസ്റ്റം ആണോ? ഓൺ സിസ്റ്റം. എന്താ സംഭവം എന്ന് പറഞ്ഞുതരാം അല്ലെ? ആ വെള്ളം ഇങ്ങനെ നിൽക്കുകയാണ്. ആക്ച്വലി വെള്ളത്തിന്റെ പുറത്ത് ആര് വർക്ക് ചെയ്യുന്നു? നമ്മൾ വർക്ക് ചെയ്യുന്നു. അപ്പോ ആരാ വർക്ക് ചെയ്യണേ? സിസ്റ്റം ആണോ വർക്ക് ചെയ്യുന്നത്? അല്ല അല്ലെ, സിസ്റ്റത്തിന്റെ പുറത്താണോ വയ്ക്കുന്നത്? അങ്ങനെ വന്ന ഓൺ ദ സിസ്റ്റം. എന്തുപറ്റി? സറൗണ്ടിങ് ആണെന്ന്. സറൗണ്ടിങ് എന്ത് വരാം? സറൗണ്ടിങ് ആവണമെന്ന് ഒന്നുമില്ല. ഓൺ ദ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ആ സിസ്റ്റത്തിന് പുറത്ത് അല്ലെ വർക്ക് ചെയ്യുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് ഓൺ ദ സിസ്റ്റം. അപ്പൊ സിറ്റുവേഷൻ അനുസരിച്ച് പഠിക്കേണ്ടി വരും. അതിൽ ആദ്യത്തെ എക്സാമ്പിൾ അങ്ങനെയാണ്. അപ്പോൾ ഈ ക്വസ്റ്റൻ മുഴുവൻ അതുകൊണ്ട് ഒരു എക്സാമ്പിൾ വായിക്കണം എന്ന് പറഞ്ഞാൽ ഈ ഇക്വേഷൻ എങ്ങനെ വരുന്നു മനസ്സിലായി? ഇക്വേഷൻ ഏത് ക്വസ്റ്റൻ ആണെന്ന് പോലും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇതൊക്കെ ഈ ക്വസ്റ്റൻ ഒക്കെ ചെയ്യുമ്പോൾ അതിന്റെ താഴെ ഒരു എക്സാമ്പിൾ ചെയ്തിട്ടുണ്ട്, അത് കറക്റ്റ് ആയിട്ട് നോക്കണം. കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരു ഐഡിയ കിട്ടും. ഈ ഇക്വേഷൻസുകൾ ലാസ്റ്റത്തെ ഓർമ്മയുണ്ടോ? ഡെൽറ്റ ജി ഫ്രീ എനർജി ചേഞ്ച് ആണ് അല്ലെ? ഫ്രീ എനർജി ചേഞ്ച് അതിന്റെ ക്വസ്റ്റൻ ഉണ്ട്. അതിന്റെ തൊട്ട് താഴെ എല്ലാത്തിനും എക്സാമ്പിൾ ഉണ്ട്. അപ്പോൾ അത് കറക്റ്റ് ആയിട്ട് ഒന്ന് ക്ലിയർ ചെയ്ത് നോക്കണം, എങ്കിൽ അത് ഈസി ആയിട്ട് വരും. കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പോൾ ഈ ചാപ്റ്ററിൽ ഇത്രയും ഇക്വേഷൻസുകളാണ് മെയിൻ ആയിട്ട് വരുന്നത്. ഇനി ശ്രദ്ധിക്കുക, ഇതല്ലാത്തൊരു ഇക്വേഷൻ ഉണ്ട് എൻതാൽപ്പി ഒന്നും ഉപയോഗിക്കാതെ. അതാണ് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞ് ചെയ്യുന്നത്. ആ ക്വസ്റ്റ്യൻ ചെയ്യിപ്പിക്കാം. കേട്ടോ, ഓർത്ത് നോക്കാം. ടെക്സ്റ്റ് ബുക്ക് ഹെസ്സസ് ലോ എന്തായിരുന്നു? അതിനു മുമ്പ് ഹെസ്സസ് ലോ പറഞ്ഞേ. ഹെസ്സസ് ലോ, reaction take place in single step or several step. Total enthalpy change is the sum of enthalpies of intermediate. Sum of enthalpies of intermediate. ഓക്കെ, അപ്പൊ അത് കറക്റ്റ് ആയിട്ട് കിട്ടണം. ഡെൽറ്റ എച്ച് ഈക്വൽ ടു ഡെൽറ്റ H1 പ്ലസ് ഡെൽറ്റ H2 പ്ലസ് ഡെൽറ്റ H3. ഓർമ്മയുണ്ടോ ഈ ഇക്വേഷൻ ചെയ്യിപ്പിച്ചേക്കുന്നത്? ഇതിങ്ങനെ ഒന്ന് എഴുതണം കേട്ടോ. എന്നിട്ട് ടെക്സ്റ്റിൽ ഇങ്ങനെ ഒരു സാധനം ഉണ്ട് കേട്ടോ. ഇതാണ് ഡെൽറ്റ ആർ എച്ച് റിയാക്ഷൻ എന്താൽപ്പി. ഇതെന്തായിരിക്കും? ഡെൽറ്റ H1. ഇതെന്തായിരിക്കും? ഡെൽറ്റ H2. ഇത് ഡെൽറ്റ H3. കണ്ടോ, ഓർത്ത് നോക്കുക. ഒരു റിയാക്ഷൻ ഒരു സിംഗിൾ സ്റ്റെപ്പിൽ നടന്നാലും സെവറൽ സ്റ്റെപ്പിൽ നടന്നാലും ടോട്ടൽ എന്താൽപ്പി എപ്പോഴും എന്തായിരിക്കും? സെയിം ആയിരിക്കും. അതാണ് ഹെസ്സസ് ലോ. ഇതിൽ നിന്നാണ് ലാറ്റിസ് എന്താൽപ്പി ഓഫ് NaCl, ബോൺ ഹേബർ സൈക്കിൾ. ബോൺ ഹേബർ സൈക്കിൾ ഒക്കെ പഠിച്ചു നോക്കണം, അങ്ങനെ തന്നെ വരും കേട്ടോ. 3 മാർക്ക് ആയിരിക്കുമ്പോ വരുന്നത് കേട്ടോ. ബോൺ ഹേബർ സൈക്കിൾ ഓർമ്മയുണ്ടോ? ബോൺ ഹേബർ സൈക്കിള് ഞാനിപ്പോ എഴുതും കേട്ടോ, ഓർത്ത് നോക്കാം. എന്നിട്ട് മാച്ച് കളയും. ഒരാളും എഴുതണ്ട, ആ മാച്ച് ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ട് ചെയ്ത് നോക്കണം കേട്ടോ. ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ മാത്രം ഒന്ന് നോക്കി പോവാം. ബോൺ ഹേബർ സൈക്കിൾ കേട്ടോ, ഓർത്ത് നോക്കാം. ഇക്വേഷൻ ഓക്കെ അല്ലേ?
നമുക്ക് കൊടുക്കാം കേട്ടോ. അപ്പോൾ പേന അവൻ്റെ ആണെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. പേന അവൻ്റെ ആണെങ്കിൽ ശരിയാക്കുക. ഞാൻ ഇടിച്ചോളാം കേട്ടോ. ബർത്ത്ഡേക്ക് വാങ്ങിച്ചു കൊടുത്ത ഷർട്ടാണ്, മനസ്സിലായി? എന്നിട്ടാണ് ആ ഷർട്ട് മേലാണ് ചെയ്യണേ അല്ലേ? ഓർത്ത് നോക്കാം, ഓർത്ത് നോക്കാം. വിഷമിക്കണ്ട കേട്ടാ. ഈ ഷർട്ട് ഇട്ടിട്ട് ഇത്തിരി നല്ല ഗ്ലാമറായിട്ട് ഇരിക്കണ്ട, അതുകൊണ്ടാണ് അവർ അങ്ങനെയൊക്കെ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, കുഴപ്പമില്ല. ചിലപ്പോൾ അവിടത്തെ ആയിരിക്കും കേട്ടോ. ഓക്കെ, ഇനി ഇതിലേക്ക് ശ്രദ്ധിക്കുക കേട്ടോ. അക്സ അതേ ഇവിടെ നോക്കിയേ. ഞാനിത് മാച്ച് കളയും. കറക്റ്റായിട്ട് ഓർഡർ ചെയ്യാം. നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ കിടക്കുന്ന മെത്തേഡിലല്ല അല്ലെ, വേറെ ഏത് ക്വസ്റ്റ്യൻ വന്നാലും ചെയ്യുന്ന രീതിയിലാണ് വന്നേക്കുന്നത്. ബോൺ ഹേബർ സൈക്കിളിൽ നമ്മൾ NaCl അല്ലെ, NaCl ഇവിടെ സോളിഡ് ആയിട്ട് വരുന്ന ഈ NaCl ഇതാണ് ഒരു ഇക്വേഷൻ. അപ്പൊ Mgയുടെയും അല്ലെങ്കിൽ സോൾട്ടുകൾ എന്തിന്റെ വേണമെങ്കിലും എഴുതാം. ക്രിസ്റ്റലാറ്റിക്സ് Na ഗ്യാസ് ആകും, ഇവിടെ എന്തായിരിക്കും വരുന്നത്? അപ്പൊ ഡെൽറ്റ H എന്തായിരിക്കും? സബ്ലിമേഷൻ കേട്ടോ. ഡെൽറ്റ SUBH സബ്ലിമേഷൻ എന്താൽപ്പി, അല്ലെങ്കിൽ ഡെൽറ്റ H സബ്ലിമേഷൻ. ഇനി Na പ്ലസ് ആകും. Na പ്ലസ് ആകുമ്പോൾ എന്തായിരിക്കും? അവിടെ 1 ഇലക്ട്രോൺ റിമൂവ് ചെയ്ത അയണൈസേഷൻ എന്താൽപ്പി. അപ്പൊ ഇവിടെ എന്ത് കൊടുക്കാം? ഡെൽറ്റ HI കേട്ടോ. ഇപ്പുറത്തേക്ക് കൊടുക്കാം. ഇനി ഇവിടെ നമുക്ക് Na പ്ലസ് കിട്ടി. ഇനി ഇവിടെ നിന്ന് Cl2, Cl സിംഗിൾ ബോണ്ട് Cl ആണ്, ബ്രേക്ക് ചെയ്തിട്ട് 2Cl മൈനസ് ആകും അല്ലെ? ഓർത്ത് നോക്കാം, 2Cl മൈനസ്. ഓക്കെ, ഇവിടെ നിന്ന് ഇപ്പോൾ Cl മൈനസ് ആണ്, കാരണം ഹാഫ് Cl2 ആണ് ഞാൻ ഇട്ടേക്കുന്നത്. ഇപ്പൊ Cl മൈനസ് ആകും. Cl മൈനസ് ആകുമ്പോൾ അതിനെ വിളിക്കുന്ന പേരെന്തായിരിക്കും? ശരിയാ, ബോണ്ട് എന്താൽപ്പി. അപ്പൊ ഡെൽറ്റ BOND ബോണ്ട് എന്താൽപ്പി കേട്ടോ. ഓർത്ത് നോക്കാം. ദെൻ നെക്സ്റ്റ് ഇവിടേക്ക് നോട്ട് ഇങ്ങനെ കൊടുക്കണം. നോട്ട് എന്തിനാ ഇങ്ങനെ കൊടുക്കണേ? നോട്ട് സ്റ്റാൻഡേർഡ് അല്ലെ, സ്റ്റാൻഡേർഡ് എന്താൽപ്പി ആണ് പറയുന്നത്. ദെൻ Cl മൈനസ്, സോറി Cl ആണ് കേട്ടോ, Cl ആണ്. ഈ ബോണ്ട് എന്താൽപ്പി ആണ്. Cl-നെ Cl മൈനസ് ആക്കണം. അപ്പൊ എന്തായിരിക്കും? അയണൈസേഷൻ എന്താൽപ്പി ഇതാണ്. വാട്ട് യു മീൻ അയണൈസേഷൻ എന്താൽപ്പി ഡെഫിനിഷൻ പറഞ്ഞേ? അയണൈസേഷൻ എന്താൽപ്പി ഡെഫിനിഷൻ പറഞ്ഞേ? The amount of energy required to remove 1 mole of electron from neutral gaseous state അല്ലെ? ഓർത്ത് നോക്കാം. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അയണൈസേഷൻ എന്താൽപ്പി. ഇതെന്തായിരിക്കും? പറഞ്ഞു ശരിയാ. ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി? ഡെൽറ്റ EGH ഉണ്ടോ? ഓർത്ത് നോക്കാം. ഇനി എന്ത് ചെയ്യണം? കണ്ടോ, ഇതിനെന്താ വിളിക്കുക? ലാറ്റിസ് എന്താൽപ്പി. കണ്ടോ? ഓർത്ത് നോക്കാം. അപ്പോ ഡെൽറ്റ H ലാറ്റിസ് കുറച്ച് പേർക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. ഓർത്ത് നോക്കുക, അതുകൊണ്ട് സമാധാനമുണ്ട്. ലാറ്റിസ് എന്താൽപ്പി. ഇതെന്തായിരിക്കും? റിയാക്ഷൻ എന്താൽപ്പി, ഡെൽറ്റ RH. കണ്ടോ? ഓർത്ത് നോക്കുക. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് എഴുതുക. ഇതിന് വേറൊരു ഫോർമാറ്റിലെ ടെക്സ്റ്റ് ബുക്കിൽ കിടക്കുന്നത്. ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഇതിന് പകരം വേറെ എലമെന്റ് ഒക്കെ തരുമ്പോൾ പെട്ടെന്ന് കിട്ടും കേട്ടോ. ഓർത്ത് നോക്കുക. അപ്പോൾ ഓർത്ത് നോക്കുക, ക്ലിയർ ആയി. ഇതിപ്പോൾ എഴുതേണ്ടി വരും, ഞാൻ മാച്ച് കളയും. ഇവിടെ ശ്രദ്ധിക്കാതെ നോക്കി കഴിഞ്ഞാൽ എന്താ മനസ്സിലാവാത്തെ? ഓരോന്നും പറയുമ്പോൾ ചോദിച്ചൂടെ? സബ്ലിമേഷൻ എന്താൽപ്പി എന്ന് പറഞ്ഞാൽ എന്താ? സബ്ലിമേഷൻ എന്താ? സബ്ലിമേഷൻ എന്താ അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ 9th സബ്ലിമേഷൻ പഠിച്ചേക്കുന്നത്. സോളിഡ് ഗ്യാസ് ആകുന്നതിനെയാണ് സബ്ലിമേഷൻ എന്ന് വിളിക്കുന്നത്. എന്തായിരുന്നു ഒന്ന് പറഞ്ഞേ? ഇനി ചോദിക്കട്ടെ, ഈ ഗ്യാസ് സോളിഡ് ആയാലും എന്തായിരിക്കും? സബ്ലിമേഷൻ കേട്ടോ. എവിടെ പഠിച്ചിട്ടുണ്ട്? ഇത് ഇക്വിലിബ്രിയത്തിൽ പഠിച്ചിട്ടുണ്ട്. ഇനി ഇവിടെ പഠിച്ചിട്ടുണ്ട്, 9th പഠിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഓർത്ത് നോക്കാം, ശ്രദ്ധിച്ച് ഒന്ന് റിപ്പീറ്റ് ചെയ്യാം. ഇനി ചോദിക്കട്ടെ, ഗ്യാസ് അല്ലെ? ഓർത്ത് നോക്കാം, അറിയാലോ. വാട്ടർ വേപ്പർ ആകും, അതിനെന്താ വിളിക്കുക? അല്ല, വേപ്പറൈസേഷൻ. കണ്ടോ? ഓർത്ത് നോക്കാം. അത് ഓർമ്മയില്ലേ? ആ സംഭവമാണ് കേട്ടോ. ഓർത്ത് നോക്കാം. അത് ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഇനി ഈ ഗ്യാസ് ഇന്ന് ഒരു ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യും. ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യുന്നതിനാ അയണൈസേഷൻ എന്താൽപ്പി കേട്ടോ. ഓർത്ത് നോക്കാം, അയണൈസേഷൻ എന്താൽപ്പി കേട്ടോ കിട്ടണം. ഇനി ഇതെന്തായിരുന്നു? ഇത് Cl2, ഇത് Cl ആയി, ബോണ്ട് ബ്രേക്ക് ചെയ്തു. അപ്പൊ എന്തായിരിക്കും? ബോണ്ട് എന്താൽപ്പി. ദെൻ ഈ Cl മൈനസ് ആകും, അപ്പൊ ഇലക്ട്രോൺ ഗെയിൻ ചെയ്യും. അപ്പൊ എന്തായിരിക്കും? പിന്നെന്താ മനസ്സിലാവാത്തത്? എന്നിട്ട് ഇത് ഫോം ചെയ്തു ലാറ്റിസ്. ലാറ്റിസ് എന്താൽപ്പി എന്താ? ദ എമൗണ്ട് ഓഫ് എനർജി റിക്വയർഡ് ടു, എന്തായിരുന്നു ലാറ്റിസ് എന്താൽപ്പി? ദ എമൗണ്ട് ഓഫ് എനർജി റിക്വയർഡ് ടു സോളിഡ് അയണിക് കോമ്പൗണ്ട് ഇൻടു കോൺസ്റ്റിറ്റ്യൂവന്റ് എന്തായിരിക്കും? കോൺസ്റ്റിറ്റ്യൂവന്റ് ഗേഷ്യസ് കമ്പോണന്റ് കേട്ടോ. ഓർത്ത് നോക്കുക.
ഓർത്ത് വെക്കുക, ചോക്കും ചോക്ക് പൗഡറും. എന്റെ എക്സാമ്പിളൊക്കെ പറഞ്ഞ ഓർമ്മയുണ്ടോ? ചോക്കും ചോക്ക് പൗഡറും. അതിൽ ആർക്കാണ് ഹാർഡ്നെസ് ഉള്ളത്? എന്തുകൊണ്ട്? രണ്ടും ഒന്ന് തന്നെയല്ലേ? ഒരെണ്ണത്തിന് ലാറ്റിസ് എൻതാൽപ്പി കൂടുതലാണ്, ആർക്ക്? ചോക്കിന്. അപ്പൊ ഒരു മോളിക്കൂൾ തമ്മിലുള്ള അല്ലേ? ചോക്കും ചോക്ക് പൗഡറും വേറെ സാധനമാണോ? അല്ല, രണ്ടും ഒന്ന് തന്നെയല്ലേ? ആർക്കാണ് ലാറ്റിസ് എൻതാൽപ്പി കൂടുക? ചോക്ക്. അപ്പോ ഒരു വോളിന് ലാറ്റിസ് എൻതാൽപ്പി ഹൈ ആണെന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താണ് മനസ്സിലാക്കുക? ഹാർഡ്നെസ് കൂടുതൽ. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ അത്രേ ഉള്ളൂ. ഐഡിയ മനസ്സിലായി? അതിനിടയിൽ സ്പേസ് ഇല്ല, അവർ തമ്മിൽ അട്രാക്ഷൻ എന്താണ്? കൂടുതൽ. കേട്ടോ, ഓർത്ത് നോക്കാം. അന്ന് നമ്മൾ നേരത്തെ പറഞ്ഞാണ് ഡെഫിനേഷൻസ് അതുപോലെ തന്നെ പഠിക്കണം. കേട്ടോ, ഓർത്ത്. ഇപ്പൊ കൺസെപ്റ്റ് തന്നെ മനസ്സിലായില്ലേ? മൈൻഡ് സാറ്റിസ്ഫൈഡ് ആയി, പഠിക്കൂല. അതാണ് ഒരു 90. തന്നല്ല, ഇപ്പൊ ഞാനായാലും അങ്ങനെയാ. അത് മനസ്സിലായ കൺസെപ്റ്റ്, ഓക്കെ, പിന്നെ വിട്ടുകളെ. പക്ഷെ നിങ്ങൾ റിപ്പീറ്റ് ചെയ്യണം, എക്സാം ആണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? കൺസെപ്റ്റ് മനസ്സിലായ റിപ്പീറ്റ് ചെയ്ത് എഴുതണം. ഇതിപ്പോ ഞാൻ മാച്ച് കളയും, എന്നിട്ട് എഴുതണം. ഓടിക്കും ഞാൻ പിടിച്ചേ. അയണൈസേഷൻ എൻതാൽപ്പി ഉണ്ടോ? ഇവിടെ നോക്കിയേ, ഇതിൽ നിന്ന് ഒരു ഇലക്ട്രോൺ റിമൂവ് ചെയ്തു, അപ്പോഴാണ് Na+ വരുന്നത്. ഓക്കെ, കാണാതെ എഴുതുക കേട്ടോ, വേഗം എഴുതും. അല്ലെങ്കിൽ ഇത് ഞാൻ എഴുതുന്നത് വെറുതെയോ? നിങ്ങൾ വീട്ടിൽ പോയിട്ട് നോക്കുമ്പോൾ മനസ്സിലായില്ല, എന്നാ വേണ്ട, വെറുതെ വേസ്റ്റ് ആയി പോകും കേട്ടോ. ഓർത്തോ, ഇത് കാണാതെ എഴുതാൻ നോക്കുക, കാണാതെ എഴുതാൻ നോക്കുക കേട്ടോ. ഇങ്ങനെ എഴുതുന്ന യാതൊരു നിർബന്ധമില്ല, ഒന്നല്ല ടെക്സ്റ്റ് ബുക്കിൽ പോലെ എഴുതാം. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ വരുന്ന സമയത്ത് അവിടെ ഒരു ഓർഡർ കൊടുത്തിട്ടില്ല, ഇതെല്ലാം ഒരു ഇങ്ങനെ ആക്കിയാണ് കൊടുത്തേക്കുന്നത് കേട്ടോ. ഓക്കെ, അതിന് പകരം ഈ കുറച്ചുകൂടി എളുപ്പമാണ്. ഇതാവുമ്പോൾ നിങ്ങൾക്ക് വേറെ ഏത് എലമെന്റ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാലും വെറുതെ ഇങ്ങനെ മാറ്റിയിട്ട് കണ്ടെത്താൻ പറ്റും. ചെയ്യാൻ പറ്റിയോ? ബാക്കി ഓക്കെ അല്ല? ഓക്കെ ആണോ? എഴുതിയാ മോനെ? ഓക്കെ അല്ലേ? ഓക്കെ, വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ടോപ്പിക്കായിട്ട്? മിത്ര, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഏതെങ്കിലും ടോപ്പിക്കാണ് ചോദിച്ചു? ഏതായിരുന്നു ചോദിച്ചു? ലേ ചാർലിയർ പ്രിൻസിപ്പിൾ, അതല്ലേ? ഒന്ന് പറയാം. പിന്നെ വേറെ എന്തെങ്കിലും സോലിബിലിറ്റി പ്രോഡക്റ്റ് ആണോ? അത് ചെയ്യാം. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ നിങ്ങൾക്ക്? ഡൗട്ടുള്ള ഏരിയാസ് ചോദിക്കും. ഏതാ? അതാണ് ഇപ്പോൾ ചെയ്യിപ്പിക്കാന്ന് കരുതേ, ക്യാൻസൽ ചെയ്യാന്നുള്ളത്. ഓക്കെ, അത് ചെയ്യിപ്പിക്കാം. 3 ചെയ്യിപ്പിക്കാൻ പറ്റുമെന്ന് തോന്നണില്ല, എന്നാലും 3 ഈ കൺസെപ്റ്റ് പെട്ടെന്ന് പറഞ്ഞു നോക്കാം കേട്ടോ. ഓർത്ത് നോക്കാം. ഇവിടെ ശ്രദ്ധിക്കാം, ഒരു ഡൗട്ടായിട്ട് ചോദിച്ചേക്കുന്നത് 3 ചാപ്റ്ററായിട്ട് ഡൗട്ട് ചോദിച്ചേക്കുന്നത് ഓർഡറിൽ തന്നെ പറയാം. ഒന്ന്, ആൾ പറഞ്ഞ പോലെ ലേ ചാർലിയർ പ്രിൻസിപ്പിൾ ഡൗട്ട് ചോദിച്ചു. പിന്നെ മിത്ര ചോദിച്ചത് സോലിബിലിറ്റി പ്രോഡക്റ്റും. ഈ ചാപ്റ്ററിൽ തന്നെ ക്യാൻസൽ ചെയ്യുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് കേട്ടോ. ഓർത്ത് നോക്കാം. ഈ 3 നമുക്ക് ചെയ്യാനേ ഇനി സമയം ഉണ്ടാവുള്ളൂ കേട്ടോ. ഓർത്ത് നോക്കാം. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളതിലേക്ക് പോവാം കേട്ടോ. നിങ്ങൾക്ക് ഡൗട്ടുള്ള ഏരിയാസ് ചോദിക്കാം. ഇക്വിലിബ്രിയത്തില് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഇക്വിലിബ്രിയം, ലേ ചാർലിയർ
പ്രിൻസിപ്പിൾ. ലേ ചാർലിയർ പറയുന്ന ആ കൺസെപ്റ്റ് ആദ്യം ഓർത്തു നോക്കുക. ലേ ചാർലിയർ പറഞ്ഞ എന്തായിരുന്നു അല്ലെ? ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഇക്വിലിബ്രിയം. ഏതൊക്കെ ഫാക്ടേഴ്സ് ആയിരുന്നു എന്ന് പറഞ്ഞേ? പ്രഷർ, ആദ്യം കോൺസെൻട്രേഷൻ, പ്രഷർ, ടെമ്പറേച്ചർ, കാറ്റലിസ്റ്റ്, addition of inert gas അല്ലെ? These etc. These factor affecting the equilibrium എന്തായിരുന്നു ചോദിച്ചു? ഏതാ? നമ്പർ ഓഫ് മോൾസ് മറ്റേ ഇതിൽ വരുന്നതാണ്, പ്രഷറിൽ വരുന്നത് കേട്ടോ, ഓർത്ത് വെക്കാം. അപ്പോൾ ഈ ഫാക്ടേഴ്സ് ആണ് ആ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഇക്വിലിബ്രിയം. ദി ഇക്വിലിബ്രിയം എന്ത് ചെയ്യും? കൗണ്ടർ ആക്ട് ഓർ നള്ളിഫൈ ദ ചേഞ്ച് ഓഫ് ഇക്വിലിബ്രിയം. അപ്പോൾ ലേ ചാർലിയർ പ്രിൻസിപ്പിൾ ക്ലിയർ ആയിട്ട് പറയണം. എന്തായിരിക്കും ഇക്വിലിബ്രിയം എന്ത് ചെയ്യാം? കൗണ്ടർ ആക്ട് ഓർ നള്ളിഫൈ ദ എഫക്ട് ഓഫ് ചേഞ്ച്. ഈ വേർഡ് ടെക്സ്റ്റ് ബുക്കിലെ വേർഡാണ്. ഞാനത് പറയുന്നത് ചില സ്കൂളിൽ അല്ലാതെ അവർ അല്ലെ ഒരു വേർഡൊക്കെ തന്നിട്ടുണ്ടാവും. ഇത് ടെക്സ്റ്റ് ബുക്കിലെ വേർഡാണ്. കൗണ്ടർ ആക്ട് ഓർ നള്ളിഫൈ ദ ചേഞ്ച് അല്ലെ? ഓക്കെ, ഇതാണ് മെയിൻ ആയിട്ട് ഇത് വരുന്നത്. ആദ്യം കോൺസെൻട്രേഷൻ നോക്കാം. കോൺസെൻട്രേഷൻ നോക്കുന്ന സമയത്ത് നിങ്ങൾ ഓർത്തു വെക്കുക, കോൺസെൻട്രേഷൻ A plus B gives forward and backward C plus D. ഇങ്ങനെ ഒരു ഇക്വിലിബ്രിയം ആണ് എന്ന് കരുതുക. ഇതില് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് ഇൻക്രീസ് ചെയ്താൽ എന്തായിരിക്കും? ഫോർവേഡ് കേട്ടോ, ഓർത്തു വെക്കുക. റിയാക്ടന്റ് ഇൻക്രീസ് ചെയ്താൽ ഫോർവേഡ്. അന്ന് പറഞ്ഞ ഒരു കഥ കൊണ്ടുവരാം. ഇതെന്തായിരുന്നു? റിയാക്ടന്റ്. ഇതെന്തായിരുന്നു? പ്രൊഡക്റ്റ്. ഉണ്ടോ? ഇത് രണ്ടും ഒരേപോലെയായി ഇക്വിലിബ്രിയം ആണെന്ന് ഓർത്തു വെക്കാം. കോൺസെൻട്രേഷൻ അല്ല ശരിക്കും, അത് സ്പീഡാണ് കേട്ടോ, ഓർത്തു വെക്കാം. അപ്പൊ ഇത് രണ്ടും ഒരേപോലെ ആകുമ്പോൾ ഇക്വിലിബ്രിയം ആണ് ആക്ച്വലി. ഇനി ഇതേ നോക്കിയേ, കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്തു കേട്ടോ, ഓർത്തു വെക്കാം. ഹയർ ടു ലോവർ ആലോചിച്ചാൽ മതി. അപ്പൊ എന്തായിരിക്കും? ഫോർവേഡ്. റിയാക്ടന്റ് ടു പ്രൊഡക്റ്റ്. അപ്പോൾ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്താൽ ആരുടെയാണത്? റിയാക്ടന്റ്. ഇൻക്രീസ് ചെയ്താൽ എന്തായിരിക്കും? ഫോർവേഡ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഡിക്രീസ് ചെയ്താൽ അക്ഷ പറഞ്ഞു ബാക്ക്വേർഡ്. ദെൻ നെക്സ്റ്റ് മീനാക്ഷി പറഞ്ഞു, ദാ ഇവിടെ പ്രൊഡക്റ്റ് ആണ്. പ്രൊഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ ഡിക്രീസ് ചെയ്തു, ഫോർവേഡ്. ഓക്കെ, പ്രൊഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്തു, ബാക്ക്വേർഡ് അല്ലെ? ഓക്കെ, അപ്പൊ അത് സിമ്പിൾ ആയിട്ടുള്ള അതാണ്, അധികം വന്നില്ല. ഇനി ഇതിൽ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത് രണ്ടാൾക്കാരാണ്. അതാണ് ടെമ്പറേച്ചറും പ്രഷറും. ടെമ്പറേച്ചറും ഉണ്ട്, പ്രഷറും ഉണ്ട്. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ടെക്സ്റ്റ് ബുക്കിൽ തന്നെ കിടക്കുന്ന എക്സാമ്പിൾ ആണ് ഒരെണ്ണം. ഹേബർ പ്രോസസ്. N2 plus 3H2 gives 2NH3. ഇതെല്ലാം ഗേഷ്യസ് കമ്പോണന്റ് ആണ്. ഇതിൽ പ്രഷർ അപ്ലൈ ചെയ്താൽ എന്ത് വരും? ഫോർവേഡ് ആണോ ബാക്ക്വേർഡ് ആണോ? ഫോർവേഡ് ആണോ ബാക്ക്വേർഡ് ആണോ? അങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത്. ഒരു ഇക്വേഷൻ തരും, എന്നിട്ട് അവർ പറയും ഇതിൽ പ്രഷർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഫോർവേഡ് ആണോ ബാക്ക്വേർഡ് ആണോ. അങ്ങനെ വന്നാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇതിൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് റിയാക്ടന്റ് എടുക്കുക. എത്രയായിരിക്കും ഇത്? 3 + 1 എത്രയായിരിക്കും? 4 മോൾ. ഇവിടെ എത്രയാ? 2 മോൾ. ഇവിടെ ഞാൻ പറഞ്ഞ റൂൾ ഇത്രയാണ്, ഹയർ മോൾ ടു ലോവർ മോൾ. എങ്ങനെ പറയണ്ടേ? ഹയർ മോൾ ടു ലോവർ മോൾ. അപ്പോ ഇവിടെ പ്രഷർ അപ്ലൈ ചെയ്യണ സമയത്ത് ഹയർ മോൾ ടു ലോവർ മോൾ എന്ത് ഡയറക്ഷനാ? ഫോർവേഡ്. അപ്പൊ ഇവിടെയാണ് കൂടുതൽ ഉണ്ടായിരുന്നത് വെച്ചാൽ എന്ത് വരും? ബാക്ക്വേർഡ്. അപ്പൊ പ്രഷർ അപ്ലൈഡ് ഇൻ ദ സിസ്റ്റം എന്തായിരിക്കും ഇത്? ഫോർവേഡ്. ഓർത്തു നോക്കുക. അപ്പൊ ഹയർ പ്രഷർ വന്നാൽ ഫോർവേഡ്, ലോവർ പ്രഷർ വന്നാൽ എന്തായിരിക്കും? ബാക്ക്വേർഡ്. ലോവർ പ്രഷർ വന്നാൽ എന്തായിരിക്കും? ബാക്ക്വേർഡ്. അങ്ങനെയാണെങ്കിൽ 2B plus 2A gives and forward, then 7AB എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ്. ആക്ച്വലി ഇതെല്ലാം ഗ്യാസ് ആണെന്ന് പറയാണ്. ആക്ച്വലി ഇതില് ഞാൻ ഹയർ പ്രഷർ ആണോ ഫേവറബിൾ, ലോവർ പ്രഷർ ആണോ ഫേവറബിൾ, ഇതെല്ലാം G ആണ്, ഗ്യാസ് ആണ്. ഇതിന് ഫേവറബിൾ ഏതായിരിക്കും എന്ന് ചോദിക്കും. ഇങ്ങനെ ചോദ്യം വരിക. ഏതായിരിക്കും ഫേവറബിൾ? ഹയർ പ്രഷർ ആണോ ലോവർ പ്രഷർ ആണോ? ഫേവറബിൾ ഫോർ ദിസ് റിയാക്ഷൻ. എന്നിട്ട് ഇത് ഇങ്ങനെയും തരും. ഇതൊരു ഇക്വേഷൻ ഇങ്ങനെ ഡെൽറ്റ പോസിറ്റീവ് ഇങ്ങനെ തന്നു. എന്നിട്ട് പറയാം ഇതിന്റെ പ്രഷർ ഹയർ പ്രഷർ ഓർ ലോവർ പ്രഷർ ഓർ ടെമ്പറേച്ചർ ഇൻക്രീസ് ഓർ ഡിക്രീസ്. ഇത് പറഞ്ഞിട്ട് ഇങ്ങനെയായിരിക്കും ചോദ്യങ്ങൾ വരിക. അപ്പൊ നമ്മൾ ഇൻ ദ ബേസിസ് ഓഫ് ദ ലേ ചാർലിയർ പ്രിൻസിപ്പിൾ ഏത് പ്രഷർ കൊടുക്കണം? ഹയർ വേണോ ലോവർ വേണോ? സി ആണോ പറയുന്നത്? ഹയർ പ്രഷർ കൊടുക്കണോ ലോവർ പ്രഷർ കൊടുക്കണോ? ഫോർവേഡ് ആണെങ്കിൽ നമുക്ക് പ്രൊഡക്റ്റ് അല്ലേ വേണ്ടത്? ലോവർ പ്രഷർ. കാരണം എന്താ? ഇവിടെ എത്ര മോൾ വന്നു? 7 മോൾ. ഇവിടെ എത്ര വന്നു? 4 മോൾ. അപ്പോൾ 4 മോളും 7 മോളും. അപ്പോൾ ഹൈ പ്രഷർ കൊടുത്താൽ എന്ത് വരും? ഹൈ പ്രഷർ കൊടുത്താൽ എന്ത് വരും? അല്ലേ? ബാക്ക്വേർഡ് വരും. ഹൈ പ്രഷർ കൊടുത്താൽ ബാക്ക്വേർഡ്. ലോ പ്രഷർ ആണെങ്കിൽ എന്തായിരിക്കും? ഫോർവേഡ്. ദെൻ ടെമ്പറേച്ചർ പോസിറ്റീവ് ആണ്. ഡെൽറ്റ എച്ച് പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എക്സോതെർമിക് ആണോ എൻഡോതെർമിക് ആണോ? ഡെൽറ്റ എച്ച് പോസിറ്റീവ് എന്നാ എൻഡോതെർമിക്.
ഡെൽറ്റ എച്ച് പോസിറ്റീവ് എന്താ? എൻഡോതെർമിക്. ഡെൽറ്റ എച്ച് പോസിറ്റീവ് എന്താ? എൻഡോതെർമിക്. എൻഡോതെർമിക് ആണെങ്കിൽ ടെമ്പറേച്ചർ ഇൻക്രീസസ് എന്തായിരിക്കും? ഫോർവേഡ്. ടെമ്പറേച്ചർ ഇൻക്രീസസ് ഫോർവേഡ്. അപ്പോ ലേ ചാർട്ട്ലിയറിൽ എൻഡോതെർമിക് എന്ന് പറഞ്ഞാൽ ഡെൽറ്റ എച്ച് പോസിറ്റീവ്, ടെമ്പറേച്ചർ ഇൻക്രീസസ് ഫോർവേഡ്. ഇനി പ്രഷറിൽ ഓർത്ത് വെക്കേണ്ട എന്താ? ഹയർ മോൾ ടു ലോവർ മോൾ, ഹയർ മോൾ ടു ലോവർ മോൾ കേട്ടോ. പ്രഷർ ഇൻക്രീസസ് ഹയർ മോൾ ടു ലോവർ മോൾ, അതാണ് ഫോർവേഡ് ആയിട്ട് വരിക കേട്ടോ. ഓക്കെ, അപ്പോൾ നോർമലി ഇത് ഫോർവേഡ് ആവാൻ കാരണം എന്തായിരുന്നു? ഇവിടെ അല്ലെ റിയാക്ടന്റിൽ കൂടുതൽ മോൾ ഉണ്ട്, അതുകൊണ്ട് അത് ഫോർവേഡ് ആയിട്ട് വന്നു. അങ്ങനെ ഓർത്ത് വെക്കുക കേട്ടോ. അതാണ് എളുപ്പമായിട്ടുള്ള ഒരു കാര്യം. ദെൻ ഡെൽറ്റ എച്ച് പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ എൻഡോതെർമിക് ആണ് അല്ലെ. എൻഡോതെർമിക് വരുമ്പോൾ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്താൽ അതെന്താവും? ഫോർവേഡ് ആവും. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്താൽ ഫോർവേഡ്. അപ്പൊ ഡെൽറ്റ എച്ച് വെച്ചിട്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ടത്. റിയാക്ഷൻസ് ഒക്കെ തരും, എന്നിട്ട് അത് ക്ലിയർ ചെയ്ത് പോവാം. ഓക്കെ, ഇനി ബാക്കിയുള്ളതിന് വേറെ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. ബാക്കി എന്താ? കാറ്റലിസ്റ്റ് വരുമ്പോൾ എന്താ പറ്റും? എന്ത്? ഫോർവേഡ് ഇൻക്രീസ് ചെയ്യും, ബാക്ക്വേർഡ് ഇൻക്രീസ് ചെയ്യും. ഇക്ലിബറിയത്തിന് സ്പീഡ് കൂടും, അത്രേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അല്ലാതെ വേറെ എന്ത് ചെയ്യില്ല, ടോട്ടലിന്റെ എഫക്റ്റിന് എന്ത് ചെയ്യില്ല, ചേഞ്ച് ചെയ്യില്ല, കോമ്പോസിഷൻ ചേഞ്ചസ് ഒന്നും വരില്ല. ചോദിച്ചോ എന്ത് പറ്റി? ഇത് പ്രഷർ ഇൻക്രീസ് ചെയ്താൽ ബാക്ക്വേർഡ്. പ്രഷർ ഇൻക്രീസ് ചെയ്ത് ഇവിടെ എന്ത് വരും? ബാക്ക്വേർഡ്. അവർ ചോദ്യം ഇങ്ങനെയായിരിക്കും, ഫേവറബിൾ. ഫേവറബിൾ എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും നല്ലത്? ഏതായിരിക്കും നല്ലത്? പ്രഷർ ഇൻക്രീസ് ചെയ്താൽ ബാക്ക്വേർഡ് വരും അല്ലെ. നമ്മളൊരു ഫാക്ടറി തുടങ്ങിയിട്ട് അല്ലെ, എന്തെങ്കിലും സാധനം ഇട്ടിട്ട് അത് റിയാക്ഷൻ നടക്കാതിരിക്കണോ? അല്ലെ, നടക്കണ്ടേ? നടക്കണമെങ്കിൽ ഏതായിരിക്കും ഫേവറബിൾ? ഫോർവേഡ് ആണ് കേട്ടോ. ഓർത്ത് നോക്കാം. അപ്പൊ നമ്മൾ പറയണം എന്താണ്? ടെമ്പറേച്ചർ ഇൻക്രീസസ്, ദിസ് റിയാക്ഷൻ ഈസ് ബാക്ക്വേർഡ്, therefore ടെമ്പറേച്ചർ ഡിക്രീസ്, പ്രഷർ ഡിക്രീസസ്, എന്തായിരിക്കും? ഇറ്റ് ബിക്കം ഫോർവേഡ്. അങ്ങനെ കണ്ടീഷൻ ആയിട്ട് എഴുതി പോവാ കേട്ടോ. ഓർത്ത് നോക്കാം. ചോദിച്ചു. എൻഡോതെർമിക് ആണ്. എൻഡോതെർമിക് എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ അബ്സോർബ് ചെയ്യാണ് ആക്ച്വലി വരുന്നത്. അപ്പൊ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിക്രീസ് ചെയ്ത് ഓപ്പോസിറ്റ് ആവും, ബാക്ക്വേർഡ് ആവും. അത്രേ ഉള്ളൂ കേട്ടോ. അതിന്റെ നേരെ ഓപ്പോസിറ്റ്. ചോദിച്ചു മോനെ. ചോദിക്കുന്നത് ഇതിൽ ടോട്ടൽ ആണ്, ഒരു സിസ്റ്റം അല്ലേ, അതിൽ പ്രഷർ ഇൻക്രീസ് കൊടുക്കും. അങ്ങനെ പ്രഷർ കൊടുക്കുമ്പോൾ ഹയർ മോളിൽ നിന്ന് ഏതിലേക്ക് മൂവ് ചെയ്യും? ലോവർ മോളിലേക്ക്. അപ്പൊ ഏത് ഡയറക്ഷൻ ആണ്? ഫോർവേഡ്. അത്രേ ഉള്ളൂ. എന്തായിരിക്കും? അത് പല സിറ്റുവേഷൻ ചോദിക്കുന്നത്, അതാണ്. ഇതിൽ ഏതാ ഫേവറബിൾ എന്ന് ചോദിക്കാം. ഫേവറബിൾ എന്ന് ചോദിച്ചാൽ നമ്മൾ തന്നെ പറയണം, പ്രഷർ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഫേവറബിൾ ആണ്, ഫോർവേഡിന് ഫേവറബിൾ ആണ് എന്നുള്ളത് ചോദിക്കും. അല്ലെങ്കിൽ പറയും ഇത് തരും, മോളൊന്നും തരൂല, എന്നിട്ട് ചോദിക്കും ഈ റിയാക്ഷൻ എങ്ങനെയാ പ്രഷർ അഫക്ട് ചെയ്യാന്ന് ചോദിക്കും. പ്രഷർ അപ്ലൈ ചെയ്യുമ്പോ എല്ലാത്തിനും ഹയർ ടു മോൾ, ഹയർ മോൾ ടു ലോവർ മോൾ. ഹയർ മോൾ എന്ന് പറയുന്നത് ഇത് റിയാക്ടൻ, ഇതിൽ ബാക്ക്വേർഡ്. ബാക്ക്വേർഡ്. ഹൈ പ്രഷർ ബാക്ക്വേർഡ് കേട്ടോ. ഓർത്ത് വെക്കാം. ഇവിടെയൊക്കെ ഹൈ പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഫോർവേഡ് കേട്ടോ. ഓർത്ത് വെക്കുക. ഇതെന്തായിരിക്കും? ഫോർവേഡ്. ഇവിടെ ഹൈ പ്രഷർ കൊടുത്താൽ ബാക്ക്വേർഡ് കേട്ടോ. ഓർത്തോ. ഹൈ പ്രഷർ കൊടുത്താൽ എന്തായിരിക്കും? ബാക്ക്വേർഡ്. ഹൈ പ്രഷർ കൊടുത്താൽ ഇവിടെ ബാക്ക്വേർഡ് ആയി കേട്ടോ. ഓർത്ത് വെക്കാം. അല്ലെങ്കിൽ റിവേഴ്സ് ആയി. ഇത് ഫോർവേഡ് ആണ്, ഇത് ബാക്ക്വേർഡ് ആണ്. പക്ഷെ ഞാൻ ചോദിച്ചത് ഫേവറബിൾ എന്നാ ക്വസ്റ്റ്യൻ കണ്ടോ. ഫേവറബിൾ എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ മീനിങ്? പ്രൊഡക്റ്റ് നന്നായിട്ട് ഉണ്ടാവണം. അപ്പൊ പിള്ളേർ തെറ്റിക്കാൻ വേണ്ടി അങ്ങനെ ചോദിക്കുന്നത്. അല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ സാറ് പറഞ്ഞു ഹൈ പ്രഷർ കൊടുത്താൽ ഹയർ മോൾ ടു ലോവർ മോൾ. അത് പഠിച്ചു. അപ്പൊ ഇത് കാണുമ്പോൾ തന്നെ ഹയർ മോൾ ടു ലോവർ മോൾ, ഇത് ബാക്ക്വേർഡ്, അങ്ങനെ അങ്ങനെ എഴുതി വെച്ചു. അപ്പൊ എന്ത് ചെയ്യും? അത് തെറ്റിപ്പോകും. അതാ ചോദിക്കുന്നത്. നമ്മൾ പഠിക്കുന്ന രീതിയിലല്ല ക്വസ്റ്റ്യൻസ് വരുന്നത്. ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾ വലിയ കുട്ടികളായി അത് വെച്ച് ആലോചിച്ച് രീതിയിൽ കണ്ടെന്ന് അപ്ലൈ ചെയ്യുന്ന സയൻസ് ആണ് കൊണ്ടുവരുന്നത് മുഴുവനും കേട്ടോ. ഓക്കെ, അപ്പൊ അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്തായിരിക്കണം അല്ലെ? നമ്മളൊരു ഫാക്ടറി തുടങ്ങിയിട്ടേ, മിഠായി ഉണ്ടാക്കുന്ന ഫാക്ടറി, എസ്റ്ററിലൊക്കെയാണ് ഇത് കൂടുതൽ തന്നെ അല്ലെ. എസ്റ്റർ അല്ലെ, ഓർത്ത് നോക്കുക. അപ്പൊ നമ്മൾ മിഠായി ഉണ്ടായിട്ട് ഓരോ സാധനങ്ങൾ ഇടുന്നിട്ട് മിഠായി ഉണ്ടാവണ്ടേ? അപ്പൊ ഫോർവേഡ് ആയിട്ടല്ലേ നിൽക്കുക. അപ്പൊ പ്രൊഡക്റ്റ് ഫേവറബിൾ ആയിട്ടാണ് നമ്മൾ എപ്പോഴും ആലോചിക്കേണ്ടത് കേട്ടോ. ഓക്കെ, അങ്ങനെ കൊണ്ടുവരാം, ക്ലിയർ ചെയ്യാം. ഇതിൽ വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ ആണോ? ചടഞ്ഞോട്ടെ. ഓക്കെ, ഇനി നമുക്ക് സോലിബിലിറ്റി മനസ്സിലായില്ല. ഏത് ഇവിടെ നിന്ന് അങ്ങോട്ട് ആക്കാനായിട്ട് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്തത്. പ്രഷർ ഹയർ ആക്കി കഴിഞ്ഞാൽ ബാക്ക്വേർഡ് വരും. അതല്ലേ പറഞ്ഞു. പ്രഷർ ഹയർ ആയ ബാക്ക്വേർഡ് വന്നു, പ്രഷർ ലോവർ ആയ ഫോർവേഡ് വരും. തിരിച്ചു പറഞ്ഞ പോലെ ഹൈ പ്രഷർ ആണെങ്കിൽ എന്ത് വരും? ഹയർ മോൾ ടു ലോവർ മോൾ. ഹൈ പ്രഷർ ആണെങ്കിൽ ഹയർ മോൾ ടു ലോവർ മോൾ. ഹൈ പ്രഷർ ആണെങ്കിൽ ഹയർ മോൾ ടു ലോവർ മോൾ. അപ്പൊ ലോ പ്രഷർ ആണെങ്കിൽ എന്തായിരിക്കും? നേരെ തിരിച്ചല്ലേ? അത്രേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അങ്ങനെ ആലോചിക്കുക, ക്ലിയർ ആയവാ കേട്ടോ. ഓക്കെ, ഓക്കെ അല്ലേ?
നെക്സ്റ്റ് സോലുബിലിറ്റി പ്രൊഡക്റ്റ്. അത് വരുന്നത് ഇക്വിലിബ്രിയത്തിന്റെ ലാസ്റ്റ് ഏരിയയിലാണ് സോലുബിലിറ്റി പ്രൊഡക്റ്റിന്റെ ക്വസ്റ്റ്യൻ വരുന്നത് കേട്ടോ. അപ്പൊ അതിൽ നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ തന്നെ ഒന്ന് കറക്റ്റ് ആയിട്ട് ഒന്ന് ചെയ്തു പോവാം കേട്ടോ. ഓർത്ത് നോക്കാം, ടെക്സ്റ്റ് ബുക്കിൽ ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ അന്ന് ചെയ്തത്, ഓർമ്മയുണ്ടോ അത്? ആ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചേ, ആ എക്സാമ്പിൾ ആയിട്ടുള്ള മിത്ര വായിച്ചേ. വേമറിക്കും ടപ്പ് 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 ടപ്പ്. ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ. അതന്നെ അതൊന്ന് വായിച്ചോ. ആ ഒന്ന് ഉറക്കനെ പറഞ്ഞു, ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാരും കൂടി വേണ്ടിയിട്ട്. അതന്നെ ആ ക്വസ്റ്റ്യൻ ഉറക്കനെ വായിച്ചു. മിത്ര ഉറക്കനെ വായിച്ചു. കാൽക്കുലേറ്റ് ദ സോലുബിലിറ്റി ഓഫ് ക്വസ്റ്റ്യൻ നമ്പർ പറഞ്ഞാൽ മതി, അവര് നോക്കിയോളൂ. പ്രോബ്ലം 6.26 കേട്ടോ. ഒന്ന് ഓർത്ത് നോക്കാം, പ്രോബ്ലം 6.26. ഇത് പുതിയ ബുക്കല്ലേ? 6.26 കേട്ടോ. ഓക്കെ, ഇനി വായിച്ചോ. കാൽക്കുലേറ്റ് ദി സോലുബിലിറ്റി ഓഫ് A2x3. A2x3യുടെ സോലുബിലിറ്റിയുടെ സൈൻ എസ് ആണ്. അപ്പൊ എസ് ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടു. A2x3 ആണ് കണ്ടെത്തേണ്ടത്. ഇൻ പ്യുവർ വാട്ടർ. ഓക്കെ, ഒരു മിനിറ്റ്. KSP തന്നിട്ടുണ്ട്. KSP എത്രയായിരുന്നു? -23 അല്ലെ? ഇതാണ്, ഇത്രയും കാര്യങ്ങളാണ് തന്നേക്കുന്നത്. A2x3യുടെ സോലുബിലിറ്റി പ്രോഡക്റ്റ് ആണ് കണ്ടെത്തേണ്ടത്. മനസ്സിൽ കൊണ്ടുവരിക സോലുബിലിറ്റി പ്രോഡക്റ്റ്. അതിന്റെ ഡെഫിനിഷൻ എന്തായിരിക്കും? ദ എമൗണ്ട് ഓഫ് എനർജി റിക്വയർഡ് ടു 1 mole ഓഫ് സോളിഡ് അയണിക് കോമ്പൗണ്ട് ഇല്ല പിന്നെ വാട്ടറിൽ ഇടുമ്പോ അതെന്താവും? സോലുബിൾ ആവും. 1 mole അല്ലെ? ഓർത്ത് നോക്കുക. NaCl വെള്ളത്തില് സോൾട്ട് ഇട്ടാ എന്ത് വരും? Na+ and Cl-. Na+Cl-. സോൾട്ട് എന്ന് പറഞ്ഞപ്പോ ആരാ? മെറ്റൽ ആൻഡ് നോൺ മെറ്റൽ. അപ്പോ മെറ്റൽ ആൻഡ് നോൺ മെറ്റൽ ഗ്രൂപ്പ് വരുമ്പോ A2x3 വാട്ടറിൽ ഇട്ട് കഴിഞ്ഞാൽ എന്ത് വരും? ഇങ്ങനെ പഠിച്ചാൽ മതി നിങ്ങൾ. 2A + 3x 2A + 3x ഇങ്ങനെ എഴുതാമല്ലോ. ഓക്കെ, ചാർജ് അതിന്റെ മുകളിൽ എഴുതും. അത് കിട്ടിയില്ലെങ്കിലും നമുക്ക് ഫുൾ മാർക്ക് കിട്ടും. പക്ഷെ ചാർജ് എഴുതുമ്പോൾ നമ്മൾ 10th പഠിച്ചേക്കുന്ന പരിപാടി അല്ലേ? 10th നിങ്ങൾ പഠിക്കുന്നത് ഇങ്ങനെ ക്രോസ് ചെയ്യുന്നത്, Al2O3 ഒക്കെ ക്രോസ് ചെയ്യണ പോലെ ഇങ്ങനെ എഴുതുമ്പോഴാണ് ഈ കോമ്പൗണ്ട് ഉണ്ടാവുന്നത് അല്ലേ? അപ്പൊ ഇതിന്റെ ചാർജ് എത്രയായിരിക്കും? ഇതിന്റെ ചാർജ് എത്രയായിരിക്കും അല്ലേ? നമുക്ക് A2x3 അല്ലേ? സോറി, ഇത് നേരെ തിരിച്ചു അല്ലേ? ഇതിന് നമുക്ക് ഇതിന്റെ ചാർജ് ഇപ്പുറത്തേക്കും ഇതിന്റെ ചാർജ് അപ്പുറത്തേക്കും ക്രോസ് ചെയ്യും അല്ലെ? അപ്പൊ എയുടെ ചാർജ് എത്രയാണോ ആ ചാർജാണ് ഇപ്പുറത്ത് എഴുതുക. അപ്പൊ 3 2. അപ്പൊ അങ്ങനെയാണ് ഈ സംഭവം വരുന്നത് അല്ലെ? ഓക്കെ, അങ്ങനെ വന്നാൽ A എന്തായിരിക്കും? 3 +. X എത്രയായിരിക്കും? 2 - ഓക്കെ, അപ്പൊ ഞാൻ ആ റെഡിൽ എഴുതിയേക്കുന്നത് കിട്ടിയില്ലെങ്കിലും ഇത് തെറ്റിക്കരുത്. 2A + 3x അത് തെറ്റരുത്. ചാർജ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ കറക്റ്റ് ആയിട്ട് പഠിച്ചേക്കണം. പുറത്തു നോക്കാം. ദെൻ നെക്സ്റ്റ്, ഇതാണ് ആദ്യത്തെ ഇക്വേഷൻ. ഇതിന്റെ KSP എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല. എന്തായിരുന്നു? ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഇൻ സോലുബിൾ അല്ലെ? സോലുബിൾ എന്ന് പറഞ്ഞാൽ ഇത് വെള്ളത്തിലിടുമ്പോൾ സോലുബിൾ ആകും. ഇത് സോൾട്ട് ആയിരിക്കും. ഇതെന്തായിരിക്കും? സോൾട്ട് സോളിഡ് അല്ലേ? ഇതെന്തായിരിക്കും? അയോൺ എന്ന് പറഞ്ഞാൽ എന്താ? അക്വസ് ആണ്. അങ്ങനെ വന്നാൽ KSP എന്തായിരിക്കും? KSP എന്ന് പറഞ്ഞാൽ KC തന്നെയാ. KC എന്ന് പറയുമ്പോൾ എന്താ? മോളാർ കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ് റേസ് ടു റെസ്പെക്റ്റീവ് സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റ് ഡിവൈഡഡ് ബൈ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് റേസ് ടു റെസ്പെക്റ്റീവ് സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റ് ഹാസ് കോൺസ്റ്റന്റ് വാല്യൂ. പഠിച്ചതല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഉണ്ടോ? A⁻², B അല്ലെ? ഇവിടെ X, ബിയുടെ അവിടെ X raised to 3. ചാർജ് ഇതിന്റെ മുകളിൽ വേണമെങ്കിൽ എഴുതാം. ചാർജിന് വലിയ ഇമ്പോർട്ടന്റ് ഇല്ല കേട്ടോ. ഓർക്കുക, ശ്രദ്ധിക്കുക. ചാർജ് ഞാൻ എഴുതുന്നുണ്ട്, ടെക്സ്റ്റ് ബുക്കിൽ തന്നേക്കുന്നുണ്ട്. ഇത്രയാണ് എഴുതുന്നത്. ഡിവൈഡഡ് ബൈ A2x3 എഴുതില്ല. എന്തുകൊണ്ട്? സോളിഡ് വന്ന 1, പ്യുവർ വാട്ടർ വന്ന 1. അത് എഴുതേണ്ട ആവശ്യമില്ല. ഇത്ര എഴുതി, KSP എഴുതി. ഇനി ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞേക്കുന്നത് ഇത്രയേ ഉള്ളൂ. സോലുബിലിറ്റി അല്ലെ? അപ്പൊ നമ്മൾ അവിടെ എന്ത് എഴുതും? സോലുബിലിറ്റി ഓഫ് എന്ത് എഴുതണം? സോലുബിലിറ്റി S എന്ന് തന്നെ കൊടുക്കുക. സോലുബിലിറ്റി S. ഏതിന്റെ സോലുബിലിറ്റിയാ നോക്കണ്ടേ? A ഉണ്ടോ? സോലുബിലിറ്റി ഓഫ് A എത്രയായിരിക്കും? ഈ സോലുബിലിറ്റി ഓഫ് A എന്ന് പറയുന്ന സമയത്ത്
എത്ര എ ആണ് ഇവിടെ വന്നേക്കുന്നത്? എത്ര എ ആ ഇവിടെ വന്നേക്കുന്നത്? 2a. അപ്പൊ 2s എന്ന് കൊടുക്കുക. അത്രേ ഉള്ളൂ. 2s. അപ്പൊ സോലുബിലിറ്റി ഓഫ് എ, സോലുബിലിറ്റി ഓഫ് എ എന്തായിരിക്കും? 2s. then solubility of x, x എത്രയായിരിക്കും? 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 എത്ര എക്സ് വന്നിട്ടുണ്ട് അവിടെ? 3. അപ്പൊ 3s. ഇത്രേ ഉള്ളൂ പരിപാടി. അപ്പൊ ഇത് മാത്രമാണ് ശ്രദ്ധിക്കേണ്ടത്. എത്ര എ വന്നിട്ടുണ്ട് അല്ലെ? 2 എണ്ണം. അപ്പൊ 2s. ഇവിടെ എത്ര ഉണ്ട്? 3. അപ്പൊ 3s. ഇത്രേ ഉള്ളൂ. ഇനി ഈ 2 എണ്ണം ഇതിലേക്ക് ഫസ്റ്റ് കണ്ടോ, ഇത് ഇക്വേഷൻ 1, ഇത് ഇക്വേഷൻ 2, ഇക്വേഷൻ 3 അല്ലെ? ഈ 2ഉം 3ഉം 1ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ എന്ത് വരും? KSP ഈക്വൽ ടു എന്ത് വരും? 2s. എയുടെ പൊസിഷനിലേ ഇത് കണ്ടോ, എയുടെ പൊസിഷനിൽ 2s റേസ് ടു 2, then 3s റേസ് ടു 3. കേട്ടോ, ഓർത്ത് നോക്കുക. ഇതിന്റെ ഒരു റെഡിമെയ്ഡ് ഇക്വേഷൻ ടെക്സ്റ്റ് ബുക്കിലുണ്ട്, അതൊന്നും ഓർത്ത് പഠിക്കേണ്ട ആവശ്യമില്ല, നേരെ ഇതുപോലെ പഠിച്ചാൽ മതി ആക്ച്വലി. അപ്പോ 2ന്റെ സ്ക്വയർ എത്രയാ? 4. 4s റേസ് ടു 2. 3യുടെ സ്ക്വയർ ക്യൂബ് എത്രയാ? 3 into 3 9. 9 into 3 27. 27s റേസ് ടു 3. then 4 into 27 എത്ര കിട്ടും? 108. 108 s raised to 5 KSP. KSP equal to 108 s raised to 5. കിട്ടിയോ? ഓക്കെ. ഇനി KSP ഓൾറെഡി തന്നിട്ടുണ്ട്. എന്തായിരുന്നു KSP? 1 into 1 അല്ലേ? 1.1 into 10 raised to 23 ആണ്. സോ KSPയുടെ പൊസിഷനിൽ 1.1 into 10 raised to -23 ഈക്വൽ ടു എത്ര വന്നിട്ടുണ്ട്? 108 s raised to 5. Then next s raised to 5 is equal to 1.1 into 10 raised to 23 divided by 108. അടുത്ത സ്റ്റെപ്പിൽ s raised to 5 is equal to 1110 into 10 raised to 25 -25 divided by 108. ഇത് അപ്രോക്സിമേറ്റ്ലി 1 ആക്കി എടുക്കുക. അപ്പോൾ s raised to 5 is equal to 10 raised to -25. s is equal to എത്ര വരും? 10 raised to -5. ഇതാണ് ആൻസർ കേട്ടോ. 1 into 10 raised to -5. 1 into 10 raised to -5. കോൺജുഗേറ്റഡ് ആസ് ബേസ്. കോൺജുഗേറ്റഡ് ആസ് ബേസ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. എച്ച് പ്ലസ് ആഡ് ചെയ്ത കോൺജുഗേറ്റഡ് ആസിഡ് ആവും, എച്ച് പ്ലസ് റിമൂവ് ചെയ്ത ബേസ് ആവും. അപ്പൊ ഇവിടെ ശ്രദ്ധിച്ചോ, HSO4 മൈനസ് HSO4 മൈനസ് ഇതിന്റെ കോൺജുഗേറ്റഡ് ആസിഡ് എന്തായിരിക്കും? കോൺജുഗേറ്റഡ് ആസിഡ്. ഇത് കോൺജുഗേറ്റഡ് ബേസ്. ഇവിടെ ശ്രദ്ധിക്കുക, എച്ച് പ്ലസ് ആണ് ആഡ് ചെയ്യുന്നത് അല്ലെ? അപ്പൊ പ്ലസ് മൈനസും കൂടി ആവുമ്പോൾ ന്യൂട്രൽ ആവും. അപ്പൊ കോൺജുഗേറ്റഡ് ആസിഡ് എന്ന് പറഞ്ഞാൽ H2SO4. ദെൻ കോൺജുഗേറ്റഡ് ബേസ് എന്ന് പറഞ്ഞാൽ എച്ചിനെ റിമൂവ് ചെയ്യണം, എച്ച് പ്ലസിനെയാ. അപ്പൊ ഇവിടെ നിന്ന് ഒരു എച്ച് പ്ലസ് റിമൂവ് ചെയ്ത SO4 എത്ര വരും? 2 മൈനസ്. ചാർജ് ശ്രദ്ധിക്കുക, SO4 2 മൈനസ്. ചാർജ് എങ്ങനെയാ വരുന്നത്? ഒരെണ്ണം എച്ച് പ്ലസ് ആഡ് ചെയ്യുന്നു, പ്ലസ് വണ്ണും ഇത് കണ്ടോ ചാർജും, അപ്പൊ എന്താവും? ന്യൂട്രൽ. അതാണ് H2SO4. ന്യൂട്രൽ അല്ലേ? ദെൻ എച്ച് പ്ലസ് റിമൂവ് ചെയ്യുമ്പോൾ ഒരു എച്ചിന് ചാർജ് +1 ആണ്, അത് റിമൂവ് ചെയ്യുമ്പോൾ എന്ത് വരും? പോസിറ്റീവ് പോയാൽ എന്താവും? നിങ്ങൾ നെഗറ്റീവ്. അപ്പൊ SO4 2 മൈനസ് കേട്ടോ. ഓക്കെ. ദെൻ നെക്സ്റ്റ് H2O കോൺജുഗേറ്റഡ് ആസിഡ് എന്തായിരിക്കും? H3O പ്ലസ്. എന്തുകൊണ്ടാണ് O പ്ലസ് ആവാൻ കാരണം? എച്ച് പ്ലസ് ആണ് ആഡ് ചെയ്യണേ, അതുകൊണ്ട് H3O പ്ലസ്. ഈ കോൺജുഗേറ്റഡ് ബേസ് എന്തായിരിക്കും? OH മൈനസ്. എച്ച് പ്ലസിനെ റിമൂവ് ചെയ്യുമ്പോൾ OH മൈനസ്. OH മൈനസ്. ഓക്കെ. അപ്പോ ഇങ്ങനെയാണ് വരിക. ക്ലിയർ ചെയ്യാൻ നോക്കുക കേട്ടോ. സിക്സ് 40 ആയി. വൈൻഡപ്പ് ചെയ്യാം. നിങ്ങൾ ഓർത്ത് നോക്കുക, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചു പോവാ. ഇന്നിപ്പോ നാളെ അല്ല എക്സാം, പരമാവധി നോക്കുക കേട്ടോ. പഠിച്ച ഏരിയ നോക്കുക, ക്വസ്റ്റ്യൻസ് ചെയ്യാൻ നോക്കണം കേട്ടോ.
വീട്ടിൽ പോയിട്ട് ഫാക്ട് വായിച്ചിരിക്കാതെ ആ വിടാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഒന്ന് വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. ഓക്കെ, ഏതാ മോനെ? ആ ഇതാണോ? ആ ശ്രദ്ധിക്കുക, ഒരു H+ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കോഞ്ചുഗേറ്റഡ് ആസിഡ് ആവും. ഇത് തരും, ഈ സ്പീഷ്യസ് തരും. അപ്പൊ H+ ആഡ് ചെയ്യുമ്പോൾ ഒരു H കൂടി എന്താവും? H2SO4. ഓക്കെ ആണോ? മനസ്സിലായോ? ഇനി H+ റിമൂവ് ചെയ്യാം ഇതിൽ നിന്ന്. അപ്പൊ എന്ത് വരും? ബേസ് വരും, SO4 2-. അപ്പൊ ഒരു സ്പീഷീസ് അവന്മാർ തരും. എന്നിട്ട് ആസിഡ് ചോദിച്ചാൽ എന്താ ആഡ് ചെയ്യണം? H+ ആഡ് ചെയ്യണം. ബേസ് ചോദിച്ചാൽ H+ റിമൂവ് ചെയ്യണം കേട്ടോ. ഓർത്ത് ഇങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. ഏതാ മോനെ? വാട്ടറിന്റെ അവിടെ H+ ആഡ് ചെയ്തപ്പോൾ H3O+ ആയി. വാട്ടറിൽ നിന്ന് H റിമൂവ് ചെയ്താ അല്ല എന്ത് വരും? H2O. അതിൽ നിന്ന് H റിമൂവ് ചെയ്താ OH. ശരിയല്ലേ? ഐഡിയ മനസ്സിലായല്ലേ? H റിമൂവ് ചെയ്യാൻ ആഡ് ചെയ്യാം. ചോദിച്ചു എന്ത് പറ്റി? ചോദിച്ചു ആ ആക്സെപ്റ്റ് ഇലക്ട്രോൺ ആസിഡ്. ആ ലൂയിസ് ആസിഡ് വേണ്ട, അത് തെറ്റി വേണ്ട. ഞാൻ എ പഠിപ്പിക്കാൻ പറഞ്ഞത് അതുകൊണ്ടാണ്. എ ആക്സെപ്റ്റ് ഇലക്ട്രോൺ ആസിഡ്, ഡൊണേറ്റ് ഇലക്ട്രോൺ ബേസ്. അങ്ങനെ പഠിക്കുമ്പോൾ ഭയങ്കര കൺഫ്യൂസാ. മിസ് അതിന്റെ ഉള്ളിലത്തെ കാര്യമാണ് പറയണത് ആക്ച്വലി. ഇപ്പൊ ന്യൂക്ലിയോഫൈലും ഇലക്ട്രോഫൈലും പറയുമ്പോൾ പറയും ഇലക്ട്രോൺ റിച്ച് ആണ് ന്യൂക്ലിയോഫൈൽ. അപ്പൊ നമ്മളൊരാളെ കണ്ടു കഴിഞ്ഞാൽ താൻ റിച്ച് ആണെന്ന് ഞാൻ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യും? ഉള്ളിലുണ്ടെന്ന് ഞാൻ നോക്കാൻ പറ്റുമോ? അതുപോലെയാണ് ആക്ച്വലി. അപ്പൊ നമ്മൾ അല്ലേ പറയണത്, താനിപ്പോ റോൾസ് റോയ്സിലാണ് വന്നത്, താൻ റിച്ച് ആണെന്ന് മനസ്സിലാവില്ലേ? അപ്പൊ നമ്മൾ നോക്കാൻ പറയുന്നത് എന്തെങ്കിലും ഒരു കാറ്റഗറി പറഞ്ഞു കൊടുക്കാനേ പറ്റത്തുള്ളൂ. ഒന്നും പറയാത്ത ആളെ നമുക്ക് ഉള്ളിൽ കണ്ടെത്തണമെങ്കിൽ അതിന്റെ ഉള്ളിൽ തന്നെ നോക്കണം. അതാണ് BF3 ലൂയിസ് ആസിഡ് ആണോ ലൂയിസ് ബേസ് ആണോ? അപ്പൊ നമ്മൾ ബോറോൺ വരച്ച് അതിന്റെ സ്ട്രക്ചറൊക്കെ വരച്ച് അതിന്റെ ഉള്ളിലേക്ക് പോകും. അല്ലെങ്കിൽ നമുക്ക് നോക്കാനായിട്ട് റിച്ച് ആണെങ്കിൽ ഓർത്ത് നോക്കാം, ആ രീതിയിൽ എടുക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ പഠിക്കുന്നതാണ് ടെക്സ്റ്റ് ബുക്കിൽ ഏറ്റവും ഈസിയസ്റ്റ് വേ കേട്ടോ. ഓർത്ത് നോക്കാം. മിസ് പറയുന്ന ഇലക്ട്രോൺ വെച്ചിട്ടാണെങ്കിൽ കഥ മാറും കേട്ടോ. ഓർത്ത് നോക്കാം. അതെങ്ങനെ പറയണമെന്ന് ഞാൻ പറഞ്ഞുതരാം. പക്ഷേ SO4 സ്ട്രക്ചർ വരക്കണം താൻ. ഞാൻ കാര്യമായിട്ട് പറഞ്ഞ അതിന്റെ ശരിക്കുള്ള പേടി. ഇപ്പൊ H2 വെച്ച് പറയുമ്പോൾ നോക്കിയേ, H2 ഓക്സിജന്റെ അടുത്ത് എത്രയുണ്ട്? ലോൺ പെയർ 2 ലോൺ പെയർസ് ഓൾറെഡി ഉണ്ട് അല്ലേ? ഓർത്ത് നോക്കാം. അതിൽ നിന്ന് എന്ത് ചെയ്തു? 2 ലോൺ പെയർ അല്ലേ H2O. അത് വെച്ചിട്ടാണ് മിസ് പറയുന്നത് ഇലക്ട്രോണിന്റെ വെച്ചിട്ട്. അത് വരുമ്പോൾ നമ്മൾ വരച്ചൊക്കെ ഇരിക്കുമ്പോൾ എന്ത് പറ്റും? എക്സാം ഒക്കെ തീർന്ന് കഴിയും കേട്ടോ. ഓർത്ത് നോക്കാം. ഓക്സിജൻ 1 2 3 4 5 6. ഓക്സിജൻ ഔട്ടർ മോസ്റ്റിൽ ഇതാണ്. ഇവിടെ ഒരു ഹൈഡ്രജൻ വന്നു ഉണ്ടോ? ഓർത്ത് നോക്കാം. ഇവിടെ ഒരു ഹൈഡ്രജൻ വന്നു. അപ്പൊ എന്താവും? H2O. ഓക്കെ, ഇനി H3O+ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? H3O+ എന്ന് പറഞ്ഞാൽ ഓക്സിജന്റെ ഒരു ഇലക്ട്രോൺ പോയി അല്ലേ? ഇവിടെ ഒരു ഹൈഡ്രജൻ വന്നു അല്ലേ? ഓർത്ത് നോക്കാം. ഹൈഡ്രജൻ വന്നു ആക്ച്വലി. അപ്പൊ ഇവിടെ എന്ത് വന്നു? ഒരു പ്ലസ് വന്നിട്ടുണ്ട് അല്ലേ? ഓർത്ത് നോക്കാം. നോർമലി പ്ലസ് വന്നിട്ടുണ്ട്. ഇങ്ങനെ വരുന്ന സമയത്ത് 1 2 3 1 2 3 4 5 6 ഓർത്ത് നോക്കാം. 7 8. അപ്പോൾ അത് സാറ്റിസ്ഫൈഡ് ആയിട്ട് നിൽക്കുന്ന രീതിയിലാണ് ആക്ച്വലി വരുന്ന സമയത്ത്. അപ്പോൾ ഇങ്ങനെ വന്നു കഴിയുന്ന സമയത്ത് ഇത് എന്ത് ചെയ്യും? ആക്സെപ്റ്റ് ഇലക്ട്രോൺ ചെയ്യാനായിട്ടുള്ള ചാൻസ് എന്തുകൊണ്ടുണ്ട്? പ്ലസ് ഉള്ളതുകൊണ്ടുണ്ട്. അതുകൊണ്ട് അതിനെന്ത് വിളിക്കും? ആസിഡ്. ഓർത്ത് നോക്കാം. ആക്സെപ്റ്റ് ചെയ്യാനായിട്ടുള്ള ടെൻഡൻസി കാണിക്കാൻ. കാരണം എന്താ? പ്ലസ് ഉണ്ടല്ലോ, ഒരെണ്ണം ഒരു പോയിന്റ് പോയല്ലോ ഇവിടെ. ഓക്കെ, അങ്ങനെ പ്ലസ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആക്സെപ്റ്റ് ചെയ്യാനായിട്ടുള്ള. അതതിൻ്റെ അകത്ത് വരുന്ന കാര്യമാണ്. പക്ഷെ നമ്മൾ ഇതുപോലെ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് നോക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഓർത്ത് നോക്കാം. H+ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കോഞ്ചുഗേറ്റഡ് ആസിഡ് കേട്ടോ. ഓർത്ത് നോക്കാം. ഈ ടെക്സ്റ്റ് ബുക്കിലുള്ള എല്ലാ ക്വസ്റ്റനും അത് വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത്. അപ്പൊ അങ്ങനെ പഠിക്കുന്നതാണ് എളുപ്പം. തിയററ്റിക്കലി ഭയങ്കര ഭംഗിക്കൊക്കെ പറയണതാണ് ആ കാര്യം കേട്ടോ. ഓർത്ത് നോക്കാം. ഇവിടെ നോക്കിയോ കേട്ടോ. ടെക്സ്റ്റ് ബുക്കില ഞാൻ മിഡിൽ ഏരിയ. ഓക്കെ, നിങ്ങൾക്ക് കോഞ്ചുഗേറ്റഡ് ആസിഡിന്റെ ഇത്രയും ക്വസ്റ്റൻസേ ഉള്ളൂ ടെക്സ്റ്റ് ബുക്കിൽ. ഇതെല്ലാം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. NH3 എന്റെ കോഞ്ചുഗേറ്റഡ് ആസിഡ് എന്തായിരിക്കും? ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റനാണ്. That's all. കേട്ടോ. ഓർത്ത് നോക്കാം. കോഞ്ചുഗേറ്റഡ് ബേസ് എന്തായിരിക്കും? That's all. കേട്ടോ. ഓർത്ത് നോക്കാം. ഇനി ഈ സംഭവം ഇതുപോലെ ഇങ്ങനെ വരച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര സംഭവമായിട്ട് ഫീൽ ചെയ്യും. പക്ഷെ നിങ്ങൾക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. അതാണ് ടീച്ചർ പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറയാം കേട്ടോ. ഓർത്ത് നോക്കാം. അപ്പോൾ നിങ്ങൾ ഒന്ന് ശരിക്കും നോക്കുക കേട്ടോ.